നമുക്ക് മർക്കോസ് സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 20-ാം വചനത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ധ്യാനിച്ചത് മർക്കോസ് സുവിശേഷം 3-ാം അധ്യായം 14-ാം വചനം. തന്നോടുകൂടി ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിനയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകുവാൻ. അവിടെ പ്രസംഗിക്കേണ്ടതിന് എന്നുള്ള വചനം നമ്മൾ കഴിഞ്ഞ ആഴ്ച ധ്യാനിച്ചിരുന്നു. പ്രസംഗിക്കുന്നതിനെ പറ്റി നമ്മൾ സൂചന നൽകിയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും അതിനുള്ള അഭിഷേകമുണ്ട്, പ്രസംഗിക്കാനുള്ള വരമുണ്ട്, ദാഹമുണ്ട്, ആഗ്രഹമുണ്ട്. പക്ഷേ എപ്പോഴും അതിനുള്ള സാഹചര്യങ്ങൾ ലഭ്യമാക്കുന്നില്ല, അല്ലെങ്കിൽ അതിനുള്ള അവസരങ്ങൾ ലഭ്യം, അങ്ങനെയൊക്കെ ഉണ്ട്. എന്തായിരുന്നാലും ആഗ്രഹിക്കുന്ന ഉള്ളകളെ ദൈവം നിറയ്ക്കും. സുവിശേഷം പറയാൻ എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. നമ്മളത് പറഞ്ഞിരുന്നു. ആ പ്രസംഗം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ശ്രദ്ധിക്കുക. നമ്മൾ ഇന്ന് ധ്യാനിക്കുക അതിൻ്റെ അടുത്ത് 16 മുതൽ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതാണ് കേട്ടോ. ശിഷ്യന്മാരുടെ പേരുകളാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് നോക്കുന്നില്ല. പേരുകൾ നിങ്ങൾക്ക് അറിയാം. 12 പേരുടെ പേര് യേശു തിരഞ്ഞെടുക്കുന്നവരാണ്. ഞങ്ങൾ 20-ാം വചനത്തിലേക്ക് വരുന്നു. 3-ാം അധ്യായം മർക്കോസ് സുവിശേഷം 3-ാം അധ്യായം 20 മുതൽ വചനം. അവൻ വീട്ടിൽ വന്നു. അവർക്ക് ഭക്ഷണം കഴിപ്പാൻ പോലും വഹിയാതെ വണ്ണം പുരുഷാരം പിന്നെയും തിങ്ങിക്കൂടി വന്നു. അവൻ വീട്ടിൽ വന്നു. യേശു ശുശ്രൂഷ പകൽ മുഴുവൻ ശുശ്രൂഷയാണ്. പകൽ മുഴുവൻ ശുശ്രൂഷയൊക്കെ നടത്തി. നമുക്കറിയാം, കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ അധ്യാനിച്ചാണല്ലേ, രാത്രിയിൽ യേശു പ്രാർത്ഥനയിലാണ്. പ്രാർത്ഥന എന്തിന്? ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കാനുള്ള പ്രാർത്ഥന. അപ്പോൾ അത്രയും പ്രാർത്ഥന രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞ് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നു. ആ ആൾക്കാർ ഒരുപാട് പേര് വരുന്നു, രോഗികളെ സൗഖ്യമാകുന്നു, ഭൂതങ്ങളെ പുറത്താക്കുന്നു. വളരെ തിരക്കിട്ട ഒരു മിനിസ്ട്രിയാണ്. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു. ഭക്ഷണം കഴിപ്പാൻ പോലും വഹിയാതെ വണ്ണം പുരുഷാരെ പിന്നെയും തെങ്ങിക്കൂടും. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാതെ വണ്ണം തിരക്കിട്ട ഒരു ജീവിതത്തിലേക്ക് യേശുവും യേശുവിൻ്റെ ശിഷ്യന്മാർ വരികയാണ്. അത്രമാത്രം ജനമാണ്. കാരണം ആശ്വാസമില്ലാത്ത ജനം, സൗഖ്യമില്ലാത്ത ജനം, ഇങ്ങനെ തകർന്നു കിടക്കുന്ന ഒരു ജനത്തിന് യേശുവിൻ്റെ വാക്കുകളും അത്ഭുത പ്രവൃത്തികളും ഭയങ്കര ആശ്വാസമായിരുന്നു അല്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ഇങ്ങനെ തന്നെയാണ്. ആശ്വാസം കിട്ടാതെ കിടക്കുമ്പോഴാണ് നമുക്ക് എവിടെ ആശ്വാസം കിട്ടും എന്നുള്ള തേടി നമ്മൾ ഓടിയെത്തുന്നത്. ദൈവത്തിൻ്റെ വലിയ കരുതൽ അതിനുണ്ട് കേട്ടോ. എല്ലാവരും എത്രമാത്രം ആശ്വാസമില്ലാതെ നിങ്ങൾ തകർന്നു കിടന്നാലും നിങ്ങൾക്ക് വേണ്ടി ആശ്വാസത്തിന് ഉറവിടം ദൈവം ഒരുക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ കണ്ടെത്താനായിട്ട് ദൈവത്തിൻ്റെ സന്നിധി പോകണം. കർത്താവ് എന്നെ സഹായിക്കണേ നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ താഴാമെങ്കിൽ കർത്താവ് എവിടെയെങ്കിലും കൊണ്ട് കണക്ട് ചെയ്യും നിങ്ങളെ. ഇവനെ ഒരു മിനിസ്ട്രിക്കകത്തോ ഒരു ശുശ്രൂഷയ്ക്കകത്തോ ശുശ്രൂഷകരിലേക്ക് കൊണ്ട് കണക്ട് ചെയ്യും നിങ്ങളെ. നിങ്ങൾ അത് ഫോളോ ചെയ്താൽ മതി. ശരിയായ ശുശ്രൂഷകൾ നിങ്ങൾ കണക്ട് ചെയ്യപ്പെടുമ്പോൾ ആ ശുശ്രൂഷകൻ കറക്റ്റായിട്ട് ആ ഗൈഡൻസ് ഫോളോ ചെയ്യും, ഉറപ്പായിട്ട് അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. പക്ഷെ ദൈവം നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കുന്ന ഓപ്ഷൻ സ്വീകരിക്കാതിരുന്നാൽ നമുക്കത് പിന്നെ അനുഗ്രഹം വരില്ല. എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു വിനയപ്പെടൽ, കീഴ്പ്പെടൽ ആവശ്യമാണ്. മനുഷ്യൻ കീഴ്പ്പെടൽ ആവശ്യമാണ്. എനിക്ക് നിങ്ങൾക്ക് ഒരുപോലെ തന്നെയാണ്. ഒരിക്കലും നിങ്ങൾ പറയല്ലേ ഞാൻ കൊള്ളാം, എനിക്കറിയാം, എന്നെ ആരും പഠിപ്പിക്കേണ്ട, എന്ന് ഒരിക്കലും പറയരുത് ജീവിതത്തിനകത്ത്. ഒരിക്കലും അങ്ങനെ പറയല്ലേ. ഞാൻ എന്നൊരു സംഭവം വന്നാൽ പിന്നെ ദൈവം അനുഗ്രഹം ഒരിക്കലും നമ്മൾ വരില്ല. ഒരിക്കലും ദൈവം ആ വ്യക്തി അനുഗ്രഹിക്കത്തില്ല. ദൈവം മാറി നിന്നിട്ട് നീ ഒന്ന് താന്ന് വരാനേ പറയൂ. കംപ്ലീറ്റ് താഴ്ന്ന് അവിടെയാണ് നമ്മൾ ഈ ശുശ്രൂഷകരെ ദൈവം മുമ്പിൽ തരുമ്പോൾ ശ്രദ്ധിച്ചു കൊള്ളുക. ദൈവം നിങ്ങൾക്ക് തരുന്നൊരു ശുശ്രൂഷകയാണെങ്കിൽ, പ്രാർത്ഥിക്കുന്ന ആളാണെങ്കിൽ, നിങ്ങൾ ഉപദേശിക്കുന്ന ആളാണെങ്കിൽ കീഴ്പ്പെടുക. ഏറ്റവും ചെറുതായി നമ്മൾ സറണ്ടർ ചെയ്ത് കൊടുത്തേ പറ്റൂ. അതാണ് ആ വ്യക്തി. അങ്ങനെ സറണ്ടർ ചെയ്യുന്ന വ്യക്തികൾ അനുസരണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പടപടാൻ ദൈവം പ്രവർത്തിക്കും. പക്ഷെ അനുസരണമാണ് നമുക്ക് വലിയ പ്രയാസം. അനുസരണം, ആ പറയുന്ന എല്ലാ കാര്യം അനുസരിക്കാൻ പ്രയാസം. പക്ഷെ അനുസരിക്കുന്ന ഒരു ജീവിതത്തിന് വളരെ ഫാസ്റ്റ് ദൈവം ഇടപെടും. അപ്പോൾ അങ്ങനെ ഈ തിരക്കിട്ട് മിനിസ്ട്രിക്ക് യേശുവും ശിഷ്യന്മാരോട് കടന്നു പോകുന്നു. അപ്പോൾ അവർക്ക് ഭക്ഷിക്കാൻ സമയമില്ല. ആ രീതിയിലാണ് മിനിസ്ട്രി പോകുന്നത്. ഇപ്പോൾ യേശുവിൻ്റെ ശുശ്രൂഷയ്ക്കകത്ത് നമ്മൾ ശിഷ്യന്മാരാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു പ്രസംഗിക്കുന്നതായിരുന്നാലും നമുക്ക് എല്ലാവർക്കും ശിഷ്യത്വത്തിൻ്റെ ആത്മാവിനെയാണ് ദൈവം തന്നിരിക്കുന്നത്. ഒരിക്കലും അല്ല നിങ്ങൾ ആരും വിചാരിക്കല് ഇവിടെ കുറേ ഭൗതിക കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്ത് നല്ല വീടൊക്കെ വെച്ച് നല്ല പൈസ ഉണ്ടാക്കി സുഖ ജീവിതം, അങ്ങനെ വിചാരിക്കരുത്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. നമ്മുടെ എല്ലാവരുടെ ലൈഫിനകത്ത് മിനിസ്ട്രി ഉണ്ട്. ശിഷ്യത്വത്തിൻ്റെ ആത്മാവ് എല്ലാവർക്കും തന്നിരിക്കുന്നു. ഏതെങ്കിലും വിധത്തിൽ കർത്താവ് നിങ്ങൾ ഉപയോഗിക്കും. അതിന് മനസ്സ് കൊടുക്കണം. കർത്താവ് എന്നെ എന്നെ ആക്കുവാൻ ആഗ്രഹിക്കുന്നു, ആളോട് സുവിശേഷം പറയാൻ ആഗ്രഹിക്കുന്നു, ഞാൻ തയ്യാറാണ് കർത്താവ് എന്നങ്ങ് പറഞ്ഞിരിക്കണം കേട്ടോ. നമ്മൾ ഒരിക്കലും അതില്ലെന്ന് അങ്ങനെ പറയുന്നവർ ഭയങ്കര കൺസേണാണ്. ദൈവത്തിൻ്റെ സ്നേഹമാണ്. അതാണ് യഥാർത്ഥ ശിഷ്യൻ. അപ്പോൾ നമ്മളെല്ലാം അങ്ങനെയാണ്. അല്ല നിങ്ങൾ ഞാൻ പറഞ്ഞു ചുമ്മാ ചാടി ഇറങ്ങാനോ ആരെങ്കിലും ചെയ്യാനോ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മുടെ മനസ്സ് അങ്ങനെ ആയിരിക്കണം. യേശുവിന് വേണ്ടി ശിഷ്യത്വത്തിൻ്റെ ആത്മാവ് നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് കേട്ടോ. ആരും അതിൽ നിന്ന് മാറാൻ പറ്റില്ല, എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ ശിഷ്യത്വത്തിൻ്റെ ആത്മാവുള്ള ഒരാൾക്ക് അവരുടെ ലൈഫിനകത്ത് സംഭവിക്കുന്ന ഒരു കാര്യം നിങ്ങൾ ഇത് മനസ്സിലാക്കേണ്ടത്, അവരുടെ തിരക്ക് കാരണം അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അത് ആ പോയിന്റാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല എന്നാണ്. അതായത് ഭൗതിക മേഖലയിൽ ഒരു മനുഷ്യൻ ശരിക്കും ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നന്നായിട്ട് ഭക്ഷണം കഴിക്കുക അല്ലേ? നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക, സമയാസമയം കൃത്യമായിട്ട് ആഹാരം കഴിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നാൽ മിനിസ്ട്രിക്കകത്തേക്ക് വന്ന സമയത്ത് കൃത്യമായി ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യം യേശുവിനും ശിഷ്യന്മാർക്കുണ്ടാവും. ശിഷ്യത്വത്തിൻ്റെ ആത്മാവിനകത്ത്
നമ്മൾ മനസ്സിലാക്കണം, ശിഷ്യത്വത്തിൻ്റെ ആത്മാവിനകത്ത് നിങ്ങളുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ചിലത് നിങ്ങളിൽ നിന്ന് കൈവിട്ട് കളയാൻ മനസ്സുണ്ടെങ്കിൽ മാത്രമേ ശിഷ്യത്വത്തിൻ്റെ ആത്മാവിൽ നിൽക്കാൻ പറ്റൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിനെ കർത്താവ് നോ എന്ന് പറഞ്ഞാൽ വേണ്ട കർത്താവ് എന്ന് പറയാനുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഒരു യഥാർത്ഥ ശിഷ്യനാവൂ. ഭൗതിക മേഖലയിൽ മനസ്സിലാവുന്നു, എങ്കിൽ മാത്രമേ ശിഷ്യനാവാൻ പറ്റൂ. കർത്താവ് പറയണേ, നീ തൽക്കാലം ഈ ജോലിയും കള. സീരിയസ് ആയ സംഭവം പറയണം. കർത്താവ് പറയാൻ നിങ്ങളോട് ഈ ജോലി ഉപേക്ഷിക്കുക, എന്നിട്ട് നീ എൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ വിടാം കർത്താവ് എന്ന് പറയുന്നതാണ് ശിഷ്യത്വത്തിൻ്റെ ആത്മാവ്. ആരെങ്കിലും പറഞ്ഞിട്ട് ചാടനല്ല, കർത്താവ് പറഞ്ഞാൽ കളയാൻ കർത്താവേ, നീ എനിക്ക് ജോലി വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ കളഞ്ഞിട്ട് വരാം എന്ന് പറയുന്നൊരു ഉറച്ച മനസ്സ് നമുക്കുണ്ടാവണം. കർത്താവ് ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. അല്ലാതെ കർത്താവ് പറഞ്ഞെന്ന് പറഞ്ഞൊന്നും പറ്റത്തില്ല എന്ന് പറയുന്ന ഒരു മനസ്സ് കർത്താവിന് അറിയാം. നമ്മുടെ ഹൃദയമൊക്കെ അറിയാം. നിങ്ങളുടെ ഹൃദയം കർത്താവിന് നന്നായിട്ടറിയാം. നമ്മൾ പുറമെ ഓന്നൊക്കെ പറഞ്ഞാലും അകത്തെന്താണ് ദൈവത്തിന് നന്നായിട്ടറിയാം. ഈ ഒരു മൈൻഡ് സെറ്റിൽ നമ്മൾ എത്തണം. അതാണ് ശിഷ്യത്വത്തിൻ്റെ ആത്മാവിൻ്റെ പ്രത്യേകത. ഭൗതിക ലോകത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആ സംഭവങ്ങളെ വർജിക്കാനുള്ള ഒരു ക്രമീകരണത്തിലേക്ക് ദൈവം എത്തിക്കും നമ്മളെ. അതാണ് യഥാർത്ഥ ശിഷ്യൻ. ഏത് സൗഭാഗ്യമായിക്കൊള്ളട്ടെ, അതിലൊന്നാണ് ഭക്ഷണം ഉപേക്ഷിക്കാൻ പറ്റും. ഉപവാസം എടുക്കണമെങ്കിൽ ഭക്ഷണം ഉപേക്ഷിക്കണം, അല്ലേ? നല്ല ഉപവാസം എടുക്കണമെങ്കിൽ ഭക്ഷണം ഉപേക്ഷിച്ചിരിക്കണം. അപ്പോൾ ഭക്ഷണം ഉപേക്ഷിക്കാൻ പറ്റാത്ത ഒരാൾക്ക് ഉപവസിക്കാൻ പറ്റുമോ? അത് നല്ല ഉപവാസമാണ്, അല്ലേ? ഭക്ഷണം, രോഗികളായിട്ടുള്ളവരെ പറ്റിയല്ല ഞാൻ പറയുന്നു, ഒരു നോർമൽ ആൾക്കാരെ പറ്റി പറയുന്നു. ഭക്ഷണം ഉപേക്ഷിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അപ്പോൾ അയാൾ ഒരു നല്ല ശിഷ്യനല്ല. മനസ്സിലാകുന്നോ? ഇപ്പോൾ നമ്മൾ പറയും, നോമ്പ് കാലഘട്ടത്തിൽ നമ്മൾ പറയും, നിങ്ങൾ മാംസാഹാരങ്ങൾ ഉപേക്ഷിച്ചിരുന്നാൽ കൊള്ളാം എന്ന് പറയും. അപ്പോൾ അതെന്നെ കൊണ്ട് പറ്റില്ല. കർത്താവ് അങ്ങനെ പറഞ്ഞാലും എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. മീനില്ലാതെ എനിക്ക് കഴിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ചിക്കൻ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. 10 ദിവസം അതൊന്നും പറ്റില്ല, 20 ദിവസം ഒരിക്കലും പറ്റത്തില്ല. എൻ്റെ ലൈഫിൽ അതില്ലാതെ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്തോ ഒന്നിൽ കെട്ടപ്പെട്ടിരിക്കുകയാണ്. ആ ഭൗതിക മേൽ കെട്ടപ്പെട്ട് അത് ഉപേക്ഷിക്കാൻ എനിക്ക് പറ്റത്തില്ല. കർത്താവ് തരുന്ന ട്രെയിനിങ്ങിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആദ്യം എടുത്ത് കളയുക എന്നുള്ളത്. ശിഷ്യന്മാർക്ക് കൊടുത്ത ട്രെയിനിങ് നോക്ക്. അവർക്ക് ഭക്ഷണം കഴിക്കാൻ പോലും സമയമില്ലാതെ അതിനകത്ത് ഓടുകയാണ്. വിശന്നിട്ട് അവരിങ്ങനെ തളർന്നവർ മിനിസ്ട്രി ചെയ്യുകയാണ്. ഇത് ശിഷ്യന്മാരുടെ ലൈഫിനകത്ത് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതായിരുന്നു ട്രെയിനിങ്. അങ്ങനെയാണ് ദൈവം ട്രെയിനിങ് കൊടുക്കും. ഒരിക്കലും നമ്മൾ ഭൗതിക മേഖല വെച്ച് കംഫർട്ടായിട്ട് ശീലിക്കരുത്. ഭൗതിക മേൽ കംഫർട്ട് എല്ലാം ഉണ്ട്, നല്ല ഭക്ഷണമുണ്ട്, നല്ല സാഹചര്യമുണ്ട്, എല്ലാ സൗകര്യങ്ങളും അടിപൊളിയാണ്, സൂപ്പർ ജീവിതം, ഇത് തന്നെ ലൈഫ് ലോങ് എന്ന് വിചാരിക്കരുത്. ഇതിനെ ഇപ്പോൾ ഉപേക്ഷിക്കേണ്ടി വന്നാൽ പോലും ഉപേക്ഷിച്ച് നിൽക്കാൻ തയ്യാറാവുന്നൊരു ഹൃദയം, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിൽ ഭക്ഷണം ഒന്നാമത് നിങ്ങളത് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. അതാണ് നമ്മൾ ഇടയ്ക്ക് ഉപവാസം എടുക്കണമെന്നും നോമ്പെടുക്കുമ്പോൾ ജീവിതം ക്രമീകരിക്കണമെന്ന് പറയും. അത് ചെയ്തേ പറ്റും. ലൈഫിൽ എപ്പോഴെങ്കിലൊക്കെ നിങ്ങൾ അതിന് ക്രമം ചെയ്യണം. ഭക്ഷണം അത് കർത്താവിന് വേണ്ടി ചെയ്യണം. കർത്താവ് നീയാണ് പ്രധാനം, അങ്ങയുടെ സന്നിധിയിൽ എനിക്കിത് ഒന്നാം സ്ഥാനം അല്ല എന്ന് പറയണം. ആ രീതിയിൽ മോൾഡ് ചെയ്യപ്പെടണം. എൻ്റെ ലൈഫിനകത്ത് ഇതേ സംഭവം ശരിക്കും വന്നത് ഞാൻ മിഷൻ ഫീൽഡിൽ പോകുമ്പോഴാണ്. നമുക്ക് ഭക്ഷണത്തെപ്പറ്റി ഒരിക്കലും അങ്ങനെ മാറ്റിയൊരു ചിന്തയോ സത്യം പറഞ്ഞ ഉപവാസം ഒന്നും എൻ്റെ ലൈഫിലില്ല, ഒന്നുമില്ല. ഉപവാസത്തെ പറ്റി ഒരു ചിന്ത പോലും എൻ്റെ മനസ്സിലില്ല. കൃത്യമായി നമുക്ക് ഭക്ഷണം കിട്ടും, ഒന്നിൻ്റെ ഒരു കുറവും ഞങ്ങളുടെ കുടുംബത്തിനകത്ത് വെച്ചിട്ടില്ല. കൃത്യമായിട്ട് എല്ലാ ആഹാരവും, നമുക്ക് ആവശ്യമുള്ള എല്ലാ ആഹാരവും അവർ തരുന്നുണ്ട്. മീൻ എല്ലാ ദിവസവും, നമ്മളൊക്കെ നാട്ടിലെ ഭക്ഷണം അനുസരിച്ച് മീൻ എല്ലാ ദിവസവും കഴിക്കണം, അല്ല? ഒരു ദിവസം പോലും എൻ്റെ വീട്ടിനകത്ത് എനിക്ക് ഓർമ്മയില്ല ഒരു മീനോ അല്ലെങ്കിൽ ഇറച്ചിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയുള്ള ഒരു നോൺ വെജ് ഇല്ലാത്ത ഒരു ദിവസം പോലും എനിക്ക് ഓർമ്മയില്ല എൻ്റെ ഭവനത്തിനകത്ത്. നമ്മുടെ കേരളത്തിലൊരു രീതി അനുസരിച്ച് അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മിക്കവാറും എല്ലാ വീടുകളിലും അങ്ങനെ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ജീവിത സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ നേരെ മിഷൻ ഫീൽഡിൽ ചെന്ന സമയത്ത് ആദ്യത്തെ അടി ഞങ്ങളുടെ ലൈഫിൽ വീഴുന്ന ഫുഡിലാണ്. ആദ്യത്തെ അടി. കാരണം നേരെ ഓപ്പോസിറ്റ് ഭക്ഷണ രീതിയാണ്. നോർത്ത് ഇന്ത്യയിലെ ഭക്ഷണ രീതി ചപ്പാത്തിയാണ്. അത് പോയിട്ട് ഞങ്ങളുടെ ഒരു രീതി, ഞങ്ങൾ താമസിക്കുന്നിടത്തോ ഞങ്ങളുടെ സാഹചര്യങ്ങൾക്കകത്തോ നോൺ വെജ് കിട്ടുന്നില്ല. മിഷൻ ഫീൽഡിൽ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, സാധാരണ നാട്ടുപോലെയല്ല. പക്ഷെ എന്നാൽ എനിക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു ഭക്ഷണം. അപ്പോൾ ഞങ്ങൾ ശരിക്കും എന്ത് ചെയ്തറിയാമോ, മീൻ തെടിപ്പോയി. മീനുണ്ട്, അവിടെ മീനുണ്ട്. അപ്പോൾ അടുത്തുള്ള ചന്തയിൽ പോയി ഞങ്ങൾ മീൻ വാങ്ങിച്ചു. ആ മീന് കായൽ മീനാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ കായൽ മീൻ കിട്ടും, അതേ മീനുകൾ തന്നെ ആയിരിക്കും, പക്ഷേ ടേസ്റ്റ് വ്യത്യാസമുണ്ട്. കാരണം അവിടെ ശരിക്കുള്ള കായലാണ്, ഇവിടെ നമ്മൾ വളർത്തുന്നതാണ്. അപ്പോൾ അത് നല്ല വ്യത്യാസമുണ്ട്, സ്മെല്ല് നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ മീൻ വാങ്ങിച്ചു, വീട്ടിൽ കൊണ്ടുവന്നു. സന്തോഷത്തോടെ മീൻ കിട്ടിയ സന്തോഷത്തോടെ വീട്ടിൽ വരുന്നു, നല്ല ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹത്തോടെ വരുന്നു. മീൻ ഞാൻ ഈ അനുഭവം ഞാൻ പറഞ്ഞിട്ടുള്ളതെങ്കിൽ ഞാൻ ഈ സംഭവം വന്നപ്പോൾ എൻ്റെ പെണ്ണിലോട്ട് ഓർമ്മ വരികയാണ്. നമ്മുടെ ലൈഫിൽ മോൾഡ് ചെയ്യണതിനെ പറ്റി പറയാണ്. വീട്ടിൽ കൊണ്ടുവരുന്നു, ഞങ്ങളതിനെ പാചകം ചെയ്യുന്നു, കഴിക്കാനായിട്ട് എടുത്ത് വയ്ക്കുന്നു. വായിൽ വയ്ക്കുന്ന സമയത്ത് കഴിക്കാൻ പറ്റുന്നില്ല. കഴിക്കാൻ പറ്റാത്തതിൻ്റെ റീസൺ ഇതിൻ്റെ സ്മെൽ. നമ്മളങ്ങനെ കഴിച്ചിട്ടില്ല, അങ്ങനെ ശീലിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്മെല്ല് സഹിക്കാൻ പറ്റുന്നില്ല, വായിൽ വെച്ച് കഴിക്കാൻ തോന്നിയിട്ടില്ല. കളയും ചെയ്തു.
നിങ്ങൾ കഴിച്ചില്ല. അപ്പം നമുക്ക് മനസ്സിലായി ഞങ്ങൾക്ക് മീനില്ല, ഇവിടെ മീൻ കഴിക്കാൻ പറ്റില്ല. ശരിക്കും ഭക്ഷണത്തിൽ വല്ലാത്ത ഇറിറ്റേഷനാണ്, ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്, ഒരു സങ്കടം അനുഭവിക്കുന്നു. അപ്പോൾ നമ്മളിങ്ങനെ മീൻ കിട്ടിയെങ്കിൽ കൊള്ളാമെന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പല ദിവസങ്ങളിൽ നമ്മൾ ഈ ബുദ്ധിമുട്ടി ചപ്പാത്തിയൊക്കെ വെച്ച് കഴിക്കുന്നു, ചോറ് കഴിക്കാനായിട്ട് ഒരു ടേസ്റ്റും കിട്ടാറുമില്ല. ശരിക്കും നമ്മൾ വല്ലാതെ സ്ട്രഗിളിലൂടെയാണ് പോകുന്നത്. ഒരു താല്പര്യമില്ലായ്മ, ഒരു ബുദ്ധിമുട്ട്, ഭക്ഷണത്തിലൊന്നും ഒരു സങ്കടം, മനസ്സിനകത്ത് നിരാശ, ഇതിലിങ്ങനെ കിടക്കും. ഭക്ഷണത്തിൻ്റെ കേസിലുണ്ടായത്. കാരണം തൃപ്തിയില്ലാത്തൊരു ജീവിതം ഒരിക്കലും സക്സസ് ആവില്ല. മനസ്സിലാവുന്നു? തൃപ്തിയില്ല, ഓക്കെ ആണെന്ന് പറഞ്ഞാൽ നമുക്കൊരു കുഴപ്പമില്ല. ഇല്ലായെങ്കിൽ തൃപ്തിയാണെങ്കിൽ ഓക്കെയാണ്, പക്ഷെ തൃപ്തി ഇല്ലെങ്കിൽ ഡിസ്റ്റർബ്ഡ് ആണ്. കർത്താവിൻ്റെ വേലയ്ക്കകത്ത് നമ്മൾ തൃപ്തിയോടെ ജീവിക്കണം. ഒന്നുമില്ലെങ്കിൽ സന്തോഷത്തോടെ സ്തോത്രം പറയണം. അതാണ് കർത്താവിൻ്റെ എല്ലാ പ്രത്യേകത. അല്ല ഇല്ലല്ലോ എന്ന് ഞങ്ങൾ ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ ജീവിക്കണം. ഇല്ലല്ലോ, കിട്ടുന്നില്ലല്ലോ, നല്ല ഭക്ഷണം ഇല്ലല്ലോ, നല്ല മീനില്ലല്ലോ, ഈ ഒരു സങ്കടത്തിൽ തന്നെ മുമ്പിലേക്ക് പോവാണ്. അപ്പോൾ കൊച്ചമ്മ ഗർഭിണിയായിരിക്കും. കൊച്ചമ്മ എന്നോട് ഇങ്ങനെ പറയുമായിരുന്നു, നാട്ടിലായിരുന്നെങ്കിൽ ചൂര കിട്ടിയെന്നെ. അത് ചുമ്മാ പറയണതാണ്, ആഗ്രഹിച്ചിട്ടൊന്നും പറയണതല്ല, ചുമ്മാ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എൻ്റെ അമ്മ എപ്പോഴും പറയും, ഞാനിങ്ങനെ വിളിച്ച അമ്മയടുത്ത് പറയും ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അമ്മ നമ്മൾ നാട്ടിൽ വരാൻ വേണ്ടി അവരിങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മ എന്നെ വരട്ടിയിട്ട് പറയും, അവൾ എന്ത് ചോദിച്ചാലും കൊടുക്കണം, അതുകൊണ്ട് നീ നാട്ടിൽ കൊണ്ടുവരണം, അവിടെ അവർക്ക് ചോദിക്കണമെന്ന് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഗർഭിണി പെൺകുട്ടികൾ എന്ത് ചോദിച്ചാലും കൊടുക്കണം. ചുമ്മാ എന്ന് നമുക്ക് മനസ്സിലായി പിന്നീട്. സത്യത്തിൽ അവർക്ക് വിശപ്പ് കൂടുതലായിരിക്കും, അതുകൊണ്ട് എല്ലാം കൊടുക്കണം, അതാണ് സത്യം. അപ്പോൾ അല്ലാതെ ഈ പറയണത് തന്നെ അങ്ങനെ ഉള്ളതായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല. പിന്നെ ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഞങ്ങൾ പറയട്ടെ. അപ്പോൾ പക്ഷേ അത് അന്ന് എൻ്റെ മനസ്സിൽ ഈ സംഭവം ഓടി വന്നു, എന്ത് ചോദിച്ചാലും കൊടുക്കണം. അപ്പോൾ മീനാണ്, ചുമ്മാ പറഞ്ഞാണെങ്കിൽ പോലും മനസ്സിൽ ഓടി വന്നു. അപ്പം ഓൾറെഡി എൻ്റെ മനസ്സിൽ തന്നെ ഈ സംഭവം ഉണ്ട്, മീൻ കിട്ടിയും കൊള്ളായിരുന്നു എന്ന് എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇതും കൂടെ ആയപ്പോൾ നമുക്ക് ഒരാവേശം കൂടി. ഡിസ്റ്റർബ്ഡായിട്ടാണ് ജീവിക്കുന്നത് ഭക്ഷണ കാര്യത്തിൽ. പ്രാർത്ഥിക്കും, എല്ലാ കാര്യം പറയും. ഇതും പ്രാർത്ഥിച്ചു, കർത്താവ് നല്ല ഭക്ഷണം തരണേ, മീൻ തരണേ. കർത്താവ് ഒരുപാട് അത്ഭുതങ്ങൾ ഞാൻ ആ സമയത്ത് കണ്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചോദിക്കുന്ന കാര്യം കിട്ടും, കർത്താവ് എവിടെ കൂടുതൽ കൊണ്ടുവരും. ഞാൻ പല എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതും ഞാൻ അങ്ങനെ വിശ്വസിച്ചു, കർത്താവ് തരാതിരിക്കില്ല, ഉറപ്പായിട്ടും തരും. അപ്പം അങ്ങനെ ഒരു സമയത്ത് ഒരു മലയാളിയെ ഞങ്ങൾ അവിചാരിതമായി കണ്ടുമുട്ടി പഞ്ചാബിൽ. ആരും കാണാറില്ല, ഒരാളെ കണ്ടു. അപ്പോൾ അയാൾ ഒരു സ്റ്റുഡിയോ നടത്തുന്ന ഒരു മനുഷ്യൻ അവിടെ താമസിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ മീനിനെ പറ്റി ഞാൻ ചോദിക്കുകയാണ്. കുറേ നാളെ അദ്ദേഹം അവിടെ താമസിക്കുന്നു. അപ്പോൾ അദ്ദേഹം കായൽ മീനാണ് കൂടുതലും കഴിക്കുന്നത്. എങ്കിലും അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മുടെ നാട്ടിലെ മീൻ ലുധിയാനയിൽ കിട്ടുമെന്ന് പറഞ്ഞു. ലുധിയാനയിൽ ഞങ്ങൾ താമസിക്കുന്നത് അമൃത്സറിൽ, ബട്ടാല അവിടെ നിന്ന് ഏകദേശം 5 മണിക്കൂർ യാത്രയുള്ള ഒരു സ്ഥലമാണ് ലുധിയാന. ലുധിയാന കിട്ടുന്നവർ എല്ലാ മീനും കിട്ടുന്നവർ. അപ്പോൾ എനിക്ക് സന്തോഷമായി, ഇതിന് കിട്ടുന്ന ഒരു സ്ഥലം ഈ ദേശത്തുണ്ടല്ലോ. അങ്ങനെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവനൊരു ബൈക്കുണ്ട്. അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു, ഇടാ ലുധിയാനയിൽ മീൻ കിട്ടും, വാങ്ങാം. അപ്പോൾ അവൻ വളരെ സന്തോഷത്തോടെ പറഞ്ഞു, അത് പോകാം, ധൈര്യമായിട്ട് പോകാം. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം രാവിലെ ഈ ബൈക്കിൽ കയറി ലുധിയാനയിൽ പോയി. 5 മണിക്ക് ഏകദേശം നമ്മളിവിടെ നിന്ന് എറണാകുളം പോകുന്ന ദൂരം വരും. ഞങ്ങൾ ബൈക്കിൽ യാത്ര. എനിക്ക് എന്താണ് ചിന്ത, എന്താ ഇവിടെ പോകണമെന്നോ എന്ത് സംഭവിക്കുമോ പിടിയില്ല. എത്ര ദൂരമൊന്നും 1 കിലോമീറ്ററൊന്നും ചിന്തിക്കുന്നേ ഇല്ല. ലുധിയാനെങ്കിൽ ലുധിയാന മീൻ വാങ്ങാൻ പോവാണ്. നമ്മൾ നേരെ ലുധിയാനയിലെത്തി. അവിടെ ചെന്ന് ഈ മാർക്കറ്റ് കണ്ടുപിടിച്ച് എല്ലാ മീനും ഉണ്ട്, സത്യമായിട്ടുണ്ട്. ഭയങ്കര സന്തോഷം എനിക്ക്, ദൈവം എത്ര അത്ഭുതം ചെയ്തു. എല്ലാ മീനും ഉണ്ട്, നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനങ്ങളെല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ മീൻ കുറേ വാങ്ങിച്ച്, വീട്ടിൽ നിന്ന് ഫ്രിഡ്ജുണ്ട്, ഞാൻ ഫ്രിഡ്ജിൻ്റെ സാക്ഷ്യം പറഞ്ഞിട്ടുള്ള ദൈവം തന്നാണ്. ഫ്രിഡ്ജുണ്ട്, അതുകൊണ്ട് കുറേ വാങ്ങിച്ച് വലിയ കവറിനകത്ത് പാക്ക് ചെയ്ത് കെട്ടി മടിയിൽ വെച്ച് ഇങ്ങനെ ഒലിച്ച് പോകുന്നുണ്ട് കാലിലൂടെയൊക്കെ. ഇതിൻ്റെ എങ്കിലും സാരമില്ല, കിട്ടിയല്ലോ, സന്തോഷം. ഞങ്ങളെങ്ങനെ ഇത് കൊണ്ട് തിരിച്ചു വന്നു. തിരിച്ച് ഏകദേശം 6 മണിക്കൂറിൽ കൂടുതൽ യാത്ര എടുക്കുന്നുണ്ട്. നമ്മൾ ഇറങ്ങി ഇന്ന് നോക്കുകയാണ്, വരും നല്ല ബുദ്ധിമുട്ട്. നാടുകൂടെ പോയി വീട്ടിലെത്തി രാത്രിയായി. കൊച്ചമ്മയുടെ കയ്യിൽ കൊണ്ട് ഇതുപോലെ നമ്മൾ എടുക്കുന്ന ഒരു വലിയ പാത്രത്തിൽ ഇങ്ങനെ തട്ടുമ്പോൾ നാറിയിട്ട് അടുക്കാൻ വയ്യ. ലുധിയാനയിൽ ഈ മീൻ എത്തുന്നത് തന്നെ വിശാഖപട്ടണം എന്തോ പിടിച്ച് എത്രയോ ദിവസം കഴിഞ്ഞ് ഐസിട്ട് ഇവിടെ എത്തിക്കുന്നതാണ് പഞ്ചാബിൽ. അവിടെ ഒന്നും കോസ്റ്റൽ ഏരിയ ഇല്ല പഞ്ചാബിലൊന്നും. അതും പോയിട്ട് ഞാൻ അവിടെ നിന്ന് ഈ ഐസിന്ന് എടുത്ത് 6 മണിക്കൂർ യാത്ര. നിങ്ങൾ ആലോചിച്ചൊക്കെ എന്തായാലും എൻ്റെ അവസ്ഥ. കഴിക്കാൻ പറ്റിയില്ല, എല്ലാം കൊണ്ട് കളഞ്ഞു. സങ്കടപ്പെട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ, കർത്താവ് മീന് പോലും തന്നില്ല, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് അവിടെ പോയിട്ട് കിട്ടിയില്ല. കർത്താവിൻ്റെ അകത്ത് സംസാരിക്കണം, മര്യാദയ്ക്ക് അടങ്ങി നിൽക്കടാ, അകത്ത് സംസാരിക്കുക, മര്യാദയ്ക്ക് അടങ്ങി നിൽക്കുക. ഞാൻ തരുന്നതും കഴിച്ചുകൊണ്ട് മര്യാദയ്ക്കിരിക്കുക. എനിക്ക് മനസ്സിലായി കർത്താവ് എനിക്ക് അത് തരാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ കൊച്ചമ്മയോട് പറഞ്ഞു, നമുക്കത് ശരിയാവില്ല, വേറെ എന്തോ കർത്താവ് ഉദ്ദേശിക്കുന്നു. ഞാൻ തരുന്നത് കഴിക്കുക, അതാണ് എനിക്ക് കിട്ടിയ ദൂതെന്ന് പറഞ്ഞു. തരുന്നത് കഴിക്കുക. എന്താണ് തരുന്നത്? ഇവിടെ ഉള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ ഒന്നുകൂടെ നമുക്ക് ഇവിടുത്തെ ചന്തയിൽ പോവാം, ഒന്നുകൂടെ പോവാം, ഇവിടെ കായൽ മീനെ ഉള്ളെങ്കിലും ഒന്നുകൂടെ പോവാം. അങ്ങനെ ഞങ്ങൾ ഒന്നുകൂടെ ചെന്നു. അന്ന് വാങ്ങിച്ച സെയിം മീനുകൾ തന്നെയാണ്, അതേ മീനുകൾ വീണ്ടും ഒന്നുകൂടെ വാങ്ങിച്ചു, വീട്ടിൽ കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ എല്ലാ മസാലയും അതിനകത്തിട്ടു. ഇവൻ അരിപ്പൊടി വരെ ഇട്ടു, കാരണം ഇതിൻ്റെ സ്മെല്ലെല്ലാം മാറി കിട്ടാൻ വേണ്ടി സകലത് വിട്ടു. നിങ്ങൾ ആരും ചെയ്യാനല്ല, എല്ലാം വിട്ടു.
നമ്മളതിനെ ഫ്രൈ ചെയ്തു. എൻ്റെ ലൈഫിൽ ഇത്രയും ടേസ്റ്റായിട്ട് ഞാൻ കഴിച്ചിട്ടില്ല ഒരു മീൻ. സത്യമായിട്ട് ഞാൻ പറയാം, സത്യമായിട്ട്. അത് നമ്മളുടെ മസാലയുടെ ഗുണം കൊണ്ടൊന്നുമില്ല, ഒരു ദൈവം ഒരു പവർ അങ്ങ് തരയാണ്. സത്യത്തിൽ ഞങ്ങൾ വരണേൻ്റെ അന്ന് വരെ ഈ സംഭവം നമുക്ക് സുലഭമാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ എല്ലാ ദിവസവും കഴിച്ചിട്ടൊന്നുമില്ല. ഞങ്ങളുടെ ലൈഫ് ചേഞ്ചായി. എങ്ങനെയറിയാമോ? എന്ത് ഭക്ഷണം തന്നാലും ഇനി ഒന്നുമില്ലെങ്കിലും തൃപ്തിയോടെ ജീവിക്കും. ഈ ഒരു മൈൻഡ് സെറ്റിൽ ദൈവം നിങ്ങളെ കൊണ്ട് കർത്താവിനെ പഠിപ്പിച്ചൊരു കാര്യമാണ്, ഭക്ഷണം ഒന്നാം സ്ഥാനത്ത് കണ്ടാൽ നിനക്ക് എൻ്റെ ശുശ്രൂഷ ചെയ്യാൻ പറ്റില്ല. ഇല്ലെങ്കിലും നിൽക്കാൻ പറ്റുമെങ്കിലേ എൻ്റെ വേലയ്ക്ക് ഇറങ്ങാവൂ. ഇല്ലെങ്കിലും ഇത് ഉപേക്ഷിക്കേണ്ടി വന്നാൽ യെസ് കർത്താവേ, ഇല്ല വേണ്ട. കർത്താവ് പറയണ നീ 5 ദിവസം പട്ടിണി കിടന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാലും സന്തോഷത്തോടെ കിടക്കാൻ പറ്റുമെങ്കിൽ ഇറങ്ങിയാൽ മതി. സ്റ്റോപ്പ് ചെയ്യുക. ട്രെയിനിങ് ഇത് മനസ്സിലാവണം. എല്ലാം കെട്ടി എല്ലാ സൗഭാഗ്യങ്ങളോടുകൂടിയും ജീവിക്കുന്ന ഒരാൾക്ക് ശിഷ്യനാവാൻ പറ്റില്ല. എല്ലാം തരും ദൈവം, പക്ഷെ ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിക്കാൻ വല്ലപ്പോഴെങ്കിലൊക്കെ അങ്ങനെ ലൈഫ് ഉണ്ടാക്കിയെടുക്കണം. അതാണ് യഥാർത്ഥ ശിഷ്യൻ, അതാണ് ദൈവം തരുന്ന ട്രെയിനിങ്. പല കഷ്ടതകളും ഇതാണ് കാരണം, പല ശോധനകളുടെ പിന്നിൽ ഇതാണ് ട്രെയിനിങ്ങുകളാണ്. പല കഷ്ടതകൾ നമ്മളത് മനസ്സിലാക്കണം. ചില ഞെരുക്കങ്ങൾ, ചില സൗഭാഗ്യങ്ങൾ ദൈവം എടുത്തു കളയും. അങ്ങനെ പറയണം, കർത്താവേ എനിക്ക് ഇന്ന് ഈ കഷ്ടതയ്ക്കകത്താണെങ്കിലും ഇങ്ങനൊരു ഞെരുക്കത്തിനകത്താണെങ്കിലും ഞാൻ നിന്നെ സ്തുതിക്കും എന്ന് പറയാൻ ഏബിളായ ഒരാൾ മാത്രമേ ശിഷ്യനാവാൻ പറ്റൂ. അല്ലാതെ എനിക്കത് ശരിയാക്കി തന്നേ പറ്റൂ, ശരിയാക്കി തന്നെ ഇത് കിട്ടിയേ പറ്റൂ, ഇത് കിട്ടാതെ എനിക്ക് ഒരു നിവൃത്തിയില്ല എന്ന് പറഞ്ഞുകൊടുക്കുന്ന കാര്യമില്ല. ഇതില്ലെങ്കിൽ ഞാൻ നിന്നെ സ്തുതിക്കും, ഉണ്ടെങ്കിലും സ്തുതിക്കും. ശിഷ്യത്വത്തിൻ്റെ ആത്മാവ് അതാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? ശിഷ്യത്വത്തിൻ്റെ ആത്മാവ് ഏതൊരു പ്രതിസന്ധിയിലും നിങ്ങൾ ഒറ്റയ്ക്കായാലും ഒറ്റയ്ക്കിരിക്കാൻ നിങ്ങൾ പഠിക്കണം. ഒറ്റയ്ക്കിരിക്കാൻ. ഭർത്താവില്ല, അല്ലെങ്കിൽ അവർ നിങ്ങളെ ഉപേക്ഷിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളെ പുച്ഛിക്കുന്നു, ഭാര്യ നിങ്ങളെ പുച്ഛിക്കുന്നു, നിങ്ങളോടൊപ്പം സ്നേഹമില്ലാതെ നിൽക്കുന്നു, നിങ്ങൾ ഒറ്റയ്ക്ക്. അപ്പോഴും നിങ്ങൾക്ക് സ്തോത്രം ചെയ്യാൻ പറ്റണം. അതാണ് ശിഷ്യത്വത്തിൻ്റെ ആത്മാവ്. എന്തുകൊണ്ട് കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഈ കഷ്ടത, ആ കഷ്ടത, അതില്ല, ഇതില്ല, അങ്ങനെ പറയരുത്. ഞാൻ നിൻ്റെ ശിഷ്യനാണ് കർത്താവേ, നീ എനിക്ക് തരുന്നതാണ് എൻ്റെ സന്തോഷം. എനിക്ക് നഷ്ടപ്പെടുമ്പോൾ അതില്ലായ്മയിൽ ഞാൻ നിന്നെ സ്തുതിക്കും. ശിഷ്യത്വത്തിൻ്റെ ആത്മാവ് അതാണ് പ്രധാനമായി മനസ്സിലാക്കുക. ഒരു കാര്യം അടുത്തൊരു ഭാഗ്യം നമുക്ക് എടുക്കാം. പിന്നെ തിങ്ങിക്കൂടി വന്നു. 21, അവന്റെ ചാർച്ചക്കാർ അത് കേട്ട് അവന് ബുദ്ധിഭ്രമമുണ്ട് എന്ന് പറഞ്ഞ് അവനെ പിടിപ്പാൻ വന്നു. യെരുശലേമിൽ നിന്ന് വന്ന ശാസ്ത്രിമാരും അവന് ബെയൽസെബൂൽ ഉണ്ട്, ഭൂതങ്ങളുടെ തലവനെ കൊണ്ട് അവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ മിനിസ്ട്രിക്കകത്തുനിന്ന് പഠിപ്പിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ സ്പിരിച്വലി വളരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധിയാണ് അതിനകത്ത് പറയുന്നത്. യേശുവിൻ്റെ സുവിശേഷ വേലയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, സുവിശേഷ വേലക്കാരിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഒരു യഥാർത്ഥ സുവിശേഷ വേലക്കാരൻ ആത്മീയമായി ബലപ്പെട്ട്, പരിശുദ്ധാത്മാവിൽ ബലപ്പെട്ട്, ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച്, ദൈവത്തെ അനുസരിച്ച് ശുശ്രൂഷ തുടങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ അറ്റാക്ക് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഉണ്ടാകുന്നത് ഫാമിലിയിൽ നിന്നായിരിക്കും. അതും ഒരുമാതിരി 99% സുവിശേഷ വേലക്കാരും ഇത് സത്യമായിരിക്കും. ആദ്യത്തെ അറ്റാക്ക് ഫാമിലിയിൽ നിന്നുണ്ടാവും. അത് അങ്ങനെ തന്നെയാണ്. അതൊരു പക്ഷേ ദൈവം അങ്ങനെ വെച്ചേക്കുന്നതാവാം. അത് മറ്റൊരു ട്രെയിനിങ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നീ ഒറ്റയ്ക്കാവുമ്പോൾ ആരിൽ ആശ്രയിക്കുന്നൊരു ചോദ്യം ഉണ്ടാവും. നമുക്ക് ഫാമിലി, മാതാപിതാക്കൾ, ഭാര്യ, ഭർത്താവ്, മക്കൾ, സഹോദരങ്ങൾ, കൂട്ടുകാർ എല്ലാവരും ഉണ്ട്. തൃപ്തിയോടെ ജീവിക്കുന്നു. സന്തോഷകരമായ സുവിശേഷ വേല അത് അങ്ങനെ അങ്ങ് ഫ്രീ ആയിട്ട് ദൈവം വിടാൻ ചാൻസ് ഇല്ല. നമ്മുടെ കരങ്ങളിലെ കംഫർട്ട് സാധനം നീ എടുത്തു മാറ്റും. ആദ്യം നമ്മളെപ്പോഴും മനസ്സിലാക്കണം, കംഫർട്ടായി നമ്മൾ കൊണ്ടുവരുന്ന സാധനത്തെ എടുത്ത്, നേരത്തെ ഭക്ഷണം എടുത്തു മാറ്റി എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കുടുംബത്തെ ചിലപ്പോൾ നമ്മൾ ഒലയ്ക്കും, ഒന്ന് തകർക്കും, ഒന്ന് ഇങ്ങനെ അകൽച്ച ഉണ്ടാക്കിയെടുക്കും. അത് നിന്റെ ആശ്രയം കുടുംബത്തിലാണോ ദൈവത്തിലാണോ? അനേകം ആൾക്കാർ കുടുംബത്തിലാണ്, അല്ലേ? കുടുംബത്തിലാണ് ആശ്രയം. കുടുംബത്തിൽ എന്തെങ്കിലും ഒരു വിള്ളലേറ്റം നമ്മൾ സഹിക്കാൻ പറ്റുന്നില്ല. അയ്യോ, അത് പറ്റില്ല. അതെ, കുടുംബം പോലും നിന്നെ കൈവിട്ടാലും, നിന്റെ കുടുംബം നിന്നെ കൈവിട്ടാലും എൻ്റെ കൂടെ നിൽക്കാൻ നിനക്ക് പറ്റുമോ? ഈ ചോദ്യത്തിന് മറുപടി കൊടുക്കാതെ ഒരു ശിഷ്യനായിരിക്കാൻ കഴിയില്ല. കർത്താവ്, എൻ്റെ ഭാര്യയല്ല എനിക്ക് ഒന്നാം സ്ഥാനത്ത് നീയാണ്, എൻ്റെ ഭർത്താവല്ല എനിക്ക് ഒന്നാം സ്ഥാനത്ത് നീയാണ്, എൻ്റെ മക്കളല്ല, എൻ്റെ മാതാപിതാക്കളല്ല ഒന്നാം സ്ഥാനത്ത് നീയാണ്. ഇങ്ങനെ പറയുന്ന ഒരാൾക്ക് മാത്രമേ ശിഷ്യനായി. എന്ന് പറഞ്ഞാൽ അവരൊന്നും ഉപേക്ഷിക്കാനല്ല. ഒരു പക്ഷേ അവർ നിങ്ങളെ പുച്ഛിച്ചാലും, അതാ ഞാൻ പറഞ്ഞത്, അവർ നിങ്ങൾ ഉപേക്ഷിക്കാനല്ല, അവർ നിങ്ങളെ പുച്ഛിച്ചാലും സ്തോത്രം കർത്താവേ, എനിക്കതിൽ സങ്കടമില്ല. സങ്കടം ഉണ്ടെങ്കിൽ പോലും പരിഭവങ്ങളില്ല, പരാതികളില്ല. നിന്റെ ഇഷ്ടം, ഞാൻ നിന്നെ ഉറച്ചു നിൽക്കുമെന്ന് പറയാനുള്ള ഉറപ്പുള്ള ഒരാൾക്ക് മാത്രമേ യഥാർത്ഥ ശിഷ്യനായിരിക്കാൻ കഴിയൂ. ഇല്ലെങ്കിൽ അയാൾ പകുതിയിൽ വീഴാൻ ചാൻസ് ഉണ്ട്. യേശുവിൻ്റെ സുവിശേഷ വേലയ്ക്കകത്ത് ആദ്യം യേശുവിനെ ശ്രദ്ധിച്ച് യേശു സുവിശേഷ വേല ചെയ്ത് അത്ഭുതങ്ങളും അടയാളം ചെയ്ത് നസ്രത്തിൽ ചെന്നെത്തും. യേശു ജനിച്ചു വളർത്തപ്പെട്ട സ്ഥലമാണ്, യേശുവിൻ്റെ നാടാണ്. അവിടെ എത്തുന്ന സമയത്ത് അവരവനെ വിശ്വസിച്ചില്ല. തച്ചൻ്റെ മകനല്ലേ, ഇവിടെ നമുക്കറിഞ്ഞൂടെ അവരുടെ സഹോദരങ്ങൾ യോസഫ് ആൾക്കാരിവിടെയുള്ള നമുക്കറിയില്ലേ? അപ്പോൾ പിന്നെ ഇവരാര് എന്നൊരു ചോദ്യം ഉണ്ടായി. അവൻ യേശുവിൽ അവരിൽ വിശ്വസിച്ചില്ല. അപ്പോഴാണ് യേശു ക്രിസ്തു പറയുന്നത്, ഒരു പ്രവാചകനും സ്വന്തം നഗരത്തിലല്ലാതെ സമ്മതനല്ലാതെ ഇരുന്നില്ലല്ലോ.
അപ്പോൾ ഇവിടെ ഉള്ളവർക്ക് എന്നാലും അവരെ വിശ്വസിക്കുന്നില്ല, അംഗീകരിക്കില്ല. കുടുംബത്തിനകത്ത് ഒരു എതിർപ്പുണ്ടാവും. അതങ്ങനെയാണ്. അപ്പോൾ ഇവിടെ നോക്ക്, കുടുംബക്കാർ വന്നിട്ട്, ചാർച്ചക്കാർ വന്നിട്ട് ഇവിടെ പറയുന്നു, ചാർച്ചക്കാർ അത് കേട്ട് അവന് ബുദ്ധിഭ്രമം ഉണ്ടെന്ന് പറഞ്ഞു. അവന് തലയ്ക്ക് സുഖമില്ലെന്നാണ് പറഞ്ഞത്. കാരണം അവർ കേട്ടെന്താണ്, ഇവർക്ക് ആഹാരം കഴിക്കാൻ പോലും സമയമില്ലാതെ ഇങ്ങനെ ശുശ്രൂഷ ചെയ്തുകൊണ്ട് കിടക്കുകയാണ്. എന്ത് ഗുണം? ചാർച്ചക്കാർ കണ്ട ആദ്യത്തെ പോയിന്റ് ഇതായിരിക്കും. എന്താണ്? ഇയാൾക്ക് നല്ലൊരു ജോലി ഉണ്ടായിരുന്നു. അല്ലെ, യേശുവിനെ സംബന്ധിച്ചിടത്തോളം തച്ചപ്പണിയാണ്. തച്ചപ്പണി എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് നല്ലൊരു ജോലിയാണ്. മേസ്തിരി പണി നല്ലൊരു ജോലിയാണ്. മേസ്തിരി മീൻസ് ആശാരിപ്പണി. ഇന്നത്തെ കാലത്ത് നല്ല പണിയാണ്, നല്ല സമ്പത്ത് കിട്ടുന്ന ജോലിയാണ്. അന്നത്തെ കാലത്ത് അതൊരു വലിയ അറിവാണ്, ഒരു കഴിവാണ്. പാരമ്പര്യമായിട്ട് പാരൻസിൽ നിന്ന് മക്കളിലേക്ക് മാറ്റി തുടർന്നു വരുന്ന ഒരു കഴിവാണ്. ആ കഴിവ് കിട്ടണ്ടേ? അപ്പോൾ അത് അവർ അത്രയും അറിയാവുന്ന ഒരാൾ, സുഖമായിട്ട് കുടുംബം നോക്കാം, പൈസ കിട്ടും, നന്നായിട്ട് ജീവിക്കാൻ പറ്റുന്നൊരു മനുഷ്യൻ, അതും കളഞ്ഞിട്ട് തെരുവിൽ പ്രസംഗിക്കാൻ നടക്കുകയാണ്. അതുകൊണ്ടാണ് ഇയാൾക്ക് തലയ്ക്ക് സുഖമല്ലെന്ന് പറഞ്ഞത്. അപ്പോൾ കുടുംബക്കാർ പറയുന്ന കണ്ട കാഴ്ച ഏതാണ്? ഇയാൾക്ക് മര്യാദയ്ക്ക് പൈസ ഉണ്ടാക്കി ജീവിക്കാമായിരുന്നു, എന്നിട്ട് അതും കളഞ്ഞ് സുവിശേഷ വേല എന്ന് പറഞ്ഞ് നടക്കുകയാണ്. ഇതായിരിക്കും ആദ്യത്തെ അറ്റാക്ക് സുവിശേഷ വേലക്കാർക്ക് ഉണ്ടാകുന്നത്. മര്യാദയ്ക്ക് യേശു എന്ന് പറഞ്ഞു നടക്കാതെ, സുവിശേഷം പറഞ്ഞു നടക്കാതെ, പ്രാർത്ഥന എന്ന് പറഞ്ഞു നടക്കാതെ നിന്റെ കാര്യം നോക്കടാ. മനസ്സിലായോ? പ്രാർത്ഥനയ്ക്ക് ആവശ്യത്തിനാവാം. ഇതായിരിക്കും പല കുടുംബത്തിൽ. പ്രാർത്ഥനയ്ക്ക് ആവശ്യത്തിനാവാം, അങ്ങ് കൂടുതലൊന്നും ചാടയും ബഹളമൊന്നും വേണ്ട, കൂടുതൽ സുവിശേഷമൊന്നും പറയണ്ട, അത് ആവശ്യത്തിന് മാറി നിന്റെ കാര്യങ്ങളൊക്കെ നോക്കൂ, കുടുംബം നോക്കൂ, പൈസ ഉണ്ടാക്കൂ. ഇതായിരിക്കും ഒരു മാനുഷിക ബുദ്ധിയിൽ എല്ലാ മനുഷ്യരും പറയുന്നത്. ആദ്യം ഒരാൾക്കൊരു വിളി ഉണ്ടെങ്കിൽ ആദ്യത്തെ അടി ഇങ്ങനെ തന്നെ വരും, ഫാമിലിയിൽ നിന്നായിരിക്കും. സ്വന്തം അപ്പൻ തന്നെ എതിർക്കും, സ്വന്തം അമ്മ തന്നെ എതിർക്കും, മാതാപിതാക്കൾ എതിർക്കും, കുടുംബക്കാർ, സഹോദരങ്ങൾ, ചർച്ചക്കാർ അതിനെതിരെ സംസാരിക്കുന്നു. പ്രിയമുള്ളവരെ, എവിടെയെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സ്പിരിച്വലി വളരുന്ന സമയത്ത് നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഇത്തരം അറ്റാക്ക് ഉണ്ടാകുന്നെങ്കിൽ അതിനർത്ഥം നിങ്ങൾ യേശുവിനോട് ചേർന്ന് വന്നിരിക്കുന്നു എന്നാണ്. മനസ്സിലായോ? യേശുവിനോട് ചേർന്ന് വന്നു എന്നാണ്. യേശുവിനോട് ചേരാത്ത ഒരാൾക്ക് ഈ അറ്റാക്ക് ചാൻസ് ഇല്ല. അയാൾക്ക് ചാൻസ് ഇല്ല. കാരണം അദ്ദേഹം അഡ്ജസ്റ്റ് ചെയ്തായിരിക്കും നിൽക്കണം. കുടുംബക്കാരും വേണം, ഇതും വേണം, അങ്ങും ചായും ഇങ്ങും ചായും, ഇങ്ങനെ നിൽക്കുന്ന ചില ആൾക്കാരുണ്ട്. അവർക്ക് വലിയ പ്രശ്നമൊന്നും കാണില്ല. പക്ഷെ യേശുവിൽ ഒരാളായി കഴിഞ്ഞാൽ അയാൾ പൂർണ്ണമായിട്ട് അങ്ങോട്ടെങ്കിലും പോകും. പൂർണ്ണമായിട്ട് കർത്താവ് എന്ത് പറയുന്നു അതാണ്. എൻ്റെ ലൈഫിൽ ഞാൻ പറയുന്നത് സത്യമാണ്. ഞാൻ പറയുന്നത് ഒത്തിരി ഇപ്പോൾ എൻ്റെ ഫാമിലിക്കകത്തുള്ള ഒരുപാട് പ്രോഗ്രാംസ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റീസൺ ദൈവം നോ പറഞ്ഞിട്ടാണ്. നോ, പോണ്ട. അതിൻ്റെ പേരിൽ ഞാൻ അപവാദം കേട്ടിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഒന്നിനും വരുന്നില്ല, ഒരു കാര്യത്തിൽ ഇൻവോൾവ് ആവുന്നില്ല, കുടുംബക്കാരുമായിട്ടൊരു ബന്ധമില്ല, സ്നേഹമില്ല. ഞാൻ കേട്ടിട്ടുണ്ട്. വിരോധമൊന്നുമില്ല, പക്ഷെ കേട്ടിട്ടുണ്ട്. അങ്ങനെ ചിന്തിച്ചു പോകും. ആരും ചിന്തിച്ചു. പക്ഷെ കർത്താവിൻ്റെ അടുത്ത് വന്ന് നോ, പോണ്ട, ആ പ്രോഗ്രാമിൽ പോണ്ട, അതിനകത്ത് ഇൻവോൾവ് ആവണ്ട, അവിടെ പോയി ഇരിക്കണ്ട, സംസാരിക്കണ്ട, സ്റ്റോപ്പ് ചെയ്തു. അകത്ത് പെയിൻ ഉണ്ട്, പലപ്പോഴും അകത്ത് പെയിൻ ഉണ്ട്. കാരണം ഞാൻ വളർന്നു വന്ന സാഹചര്യം അങ്ങനെ ആയിരുന്നു. അത്രയും എൻഗേജ്ഡ് ആയി, ഇൻക്ലൂഡഡ് ആയി, സന്തോഷത്തോടെ ഒരു സമൂഹത്തിനകത്ത് വളരെ സുഹൃബന്ധങ്ങളോടെ വളർന്നു വരുന്ന ഒരാൾ. അങ്ങനെ വളരുന്ന എനിക്ക് എല്ലാ പ്രോഗ്രാമിലും എത്തണം, എല്ലാ കല്യാണങ്ങൾക്കും എത്തണം, എല്ലാ പാലുകാച്ചിനും നൂലുകെട്ടിനും എല്ലാത്തിനും എത്തണം. അതെൻ്റെ ആഗ്രഹമാണ്. അത് ഞങ്ങൾക്കൊരു സന്തോഷമാണ്, ഒരുമിച്ച് കൂടുമ്പോൾ ഒരു ഉല്ലാസമാണ്, സന്തോഷമാണ്. പക്ഷെ കർത്താവ് എല്ലായിടും സ്റ്റോപ്പ് ചെയ്തു. നോ, പോകരുത്. ആദ്യത്തെ ആൾ കംപ്ലീറ്റ് ബാൻ ചെയ്തു തന്നെ പറയാം, കംപ്ലീറ്റ്. അപ്പോൾ പെട്ടെന്ന് പുറമൊന്ന് ഇവൻ എൻ്റെ പാരൻസിന് പോലും, എൻ്റെ മാതാപിതാക്കൾക്ക് പോലും അതൊരു സമസ്യയായിട്ട് തോന്നിയിട്ടുണ്ട്. എന്തുകൊണ്ട് വരുന്നില്ല, എന്തുകൊണ്ട്? പക്ഷെ പറഞ്ഞാൽ മനസ്സിലാവില്ല. സത്യമാണ് ഞാൻ പറഞ്ഞാൽ തെറ്റല്ല, അവിടെ ഭാഗത്തൊരു തെറ്റില്ല, ആരുടെ ഭാഗത്തും തെറ്റ് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് എനിക്ക് മാത്രമേ അറിയാവൂ. എനിക്കും ദൈവത്തിന് മാത്രമേ ആ ഫീൽ മനസ്സിലാവുള്ളൂ. എന്തുകൊണ്ട്? പക്ഷെ നമുക്കത് ഉണ്ടാകും എന്നുള്ളതാണ്. പക്ഷെ കർത്താവ് എപ്പോഴും ഉറപ്പിച്ച് എൻ്റെ ഉള്ളിൽ പറഞ്ഞു, ഞാൻ പറയുന്നത് അനുസരിച്ച് നിൽക്കൂ. എനിക്ക് ഒരു ഘട്ടത്തിൽ തോന്നി ഇനി എല്ലാം എനിക്ക് നഷ്ടപ്പെടും, എൻ്റെ പാരൻസ് പോലും എനിക്ക് നഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ആരും എന്നെ അംഗീകരിക്കാൻ പോകാൻ, ഞാൻ ഒറ്റപ്പെടും എന്ന് ഞാൻ നിരാശപ്പെട്ട് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെ എന്നെ ഉറച്ച് വിശ്വസിച്ചു, ആരും ഇനി എന്നെ അംഗീകരിക്കാൻ പോണില്ല, ഞാൻ ഏതെങ്കിലും ഒരു കോണിൽ എവിടെയെങ്കിലും പോയി സുവിശേഷം പറഞ്ഞ് ജീവിക്കും, ഇനി ഇവരായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. എൻ്റെ സഹോദരങ്ങൾ പലരും ഇതിനകത്തിരിപ്പുണ്ട്. അങ്ങനെ ഞാൻ ഒരിക്കൽ ചിന്തിച്ചിട്ടുണ്ട്. കാരണം അങ്ങനെയാണ് ദൈവം സ്റ്റോപ്പ് ചെയ്യുന്നത്. എല്ലാ സ്ഥലങ്ങളും കർത്താവ് അങ്ങനെ പഠിപ്പിച്ചതാണ്. ഇന്ന് പക്ഷേ അതിനുശേഷം കർത്താവ് എനിക്ക് ഒരുപാട് വലിയൊരു അവസരം തന്നു. എനിക്ക് എൻ്റെ ഫാമിലിക്കകത്ത് കൂടുതൽ ഇൻവോൾവ് ആവാൻ. പ്രത്യേകിച്ച് ഞങ്ങളുടെ കോവിഡ് ടൈമിൽ അതാണ് എൻ്റെ കസിൻസ് ഇങ്ങനെ എതിരിപ്പുണ്ട്. അവർക്കറിയാം, ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സിറ്റുവേഷൻ ദൈവം എനിക്ക് ദാനം. ഞാൻ സ്വപ്നത്തിൽ പോലും അങ്ങനെ ഒരു സിറ്റുവേഷൻ ചിന്തിച്ചിട്ടില്ല. ഞങ്ങളുടെ ഫാമിലിക്ക് അത് ഒരുമിച്ച് വരുമെന്നോ, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമെന്നോ. എല്ലാ മെമ്പേഴ്സും, ഞങ്ങളുടെ കുടുംബത്തിലെല്ലാവരും 60ഓളം മെമ്പേഴ്സുണ്ട്. ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ട ഒരുമിച്ച് ഓരോ വീടുകളിൽ ഒരുമിച്ച് വരാനും പ്രാർത്ഥിക്കാനും പറ്റുന്ന ഒരു ഫെലോഷിപ്പിലേക്ക് ദൈവം ഞങ്ങളെ കൊണ്ട്. എല്ലാം തീരും, ഒരിക്കലും ഞാനിനി അതിനകത്ത് ചേരത്തില്ല എന്ന് വിചാരിച്ചെങ്കിലും ദൈവം എത്തിക്കും.
പക്ഷേ അത് എത്തിക്കുന്നതിന് മുമ്പ് കർത്താവ് എന്നെ മോൾഡ് ചെയ്യും. എന്താണ്? ഇതൊന്നും ഇല്ലാതെ നിൽക്കാൻ നിനക്ക് കരുത്തുണ്ടാവണം. ഇവരുടെ ആരുടെയും സ്നേഹമില്ലെങ്കിൽ പോലും, ആര് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പോലും, ഒറ്റയ്ക്കാകുന്ന നിമിഷത്തിൽ നീ സന്തോഷത്തോടെ പറഞ്ഞ കർത്താവ് നീ ഉണ്ടല്ലോ എന്ന് ഉറപ്പ് നിനക്കുണ്ടാക്കിയെടുത്തേ പറ്റൂ. അതാണ് ശിശുത്വത്തിന്റെ ആത്മാവ്. എല്ലാവരും കൈവിട്ടാലും, എല്ലാവരും ഉപേക്ഷിച്ചാലും ഒരു സങ്കടമില്ലാതെ നിൽക്കാൻ ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആ ഭാരമേ എന്നിലില്ല. എന്നെ എതിർത്താലും പുച്ഛിച്ചാലും പരിഹസിച്ചാലും ഒറ്റപ്പെടുത്തി അതൊന്നും എവിടെ പോയി? ആ സംഭവം അങ്ങ് പോയി, കർത്താവ് എടുത്ത് കളഞ്ഞെന്നോ. നമുക്ക് അങ്ങനെ ചിന്ത പോലും എനിക്ക് വരില്ല. ഒരു ഭാരം, ചിലപ്പോൾ നമുക്ക് ഭാരം തോന്നൂല്ലേ? ആരെങ്കിലും നമ്മളെ എതിർത്ത് പറഞ്ഞാൽ ഭാരം തോന്നൂല്ലേ? അങ്ങനെ വരത്തുപോലുമില്ല, അങ്ങനെ ചിന്ത പോലും വരില്ല. അതാണ് യേശു ക്രിസ്തുവിന് അവന് തലയ്ക്ക് സുഖമില്ല എന്ന് പറയുമ്പോൾ യേശുവിന് ഭാരം വരില്ല. കർത്താവ് ഓൾറെഡി അതിന് മോൾഡ് ചെയ്യപ്പെടും. നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പർമ്മമുണ്ട്. ഇത് സുവിശേഷ വേലയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ മാത്രമല്ല, നിങ്ങളൊരു സാധാരണ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുമ്പോഴും ഒരു പ്രാർത്ഥനാ ലൈഫിനകത്ത് നിങ്ങൾ എത്തുമ്പോൾ, നിങ്ങളൊരു ആത്മീക ലെവലിൽ നിങ്ങൾ എത്തുമ്പോൾ, നിങ്ങൾ കൂടുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു, കൂടുതൽ ആരാധിക്കാൻ തുടങ്ങുന്നു, കൂടുതൽ വിശ്വാസത്തിലേക്ക് വരുമ്പോഴും ഇതേ അറ്റാക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇത്രയും നാൾ അങ്ങനെ ഒരു പ്രാർത്ഥനയൊന്നുമില്ല, വീടിനകത്തൊരു പൈശാചിക പോരാട്ടമൊക്കെ ഉള്ള വീടാണ്. അപ്പോൾ ഭാര്യ പ്രാർത്ഥിക്കാൻ ഇറങ്ങുകയാണ്, അമ്മ അല്ലെങ്കിൽ ഭാര്യ പ്രാർത്ഥിക്കാൻ തീരുമാനിക്കുന്നു. അവർ കൂടുതൽ പ്രാർത്ഥിച്ച് വരുന്ന സമയത്ത് പെട്ടെന്ന് അവർക്ക് എതിർപ്പുണ്ടാകും ആ വീട്ടിനകത്ത്. പെട്ടെന്ന് ഭർത്താവിൻ്റെ ഒരു ചെറിയ ഇറിറ്റേഷൻസ് വരാൻ തുടങ്ങും, മക്കൾ വന്ന് ഇറിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ സഹോദരൻ്റെ പിണക്കമൊന്നും ഇല്ലെങ്കിൽ പോലും ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ പ്രാർത്ഥനയ്ക്ക് ഒരു തടസ്സം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഇത് സർവ്വസാധാരണമായി സംഭവിക്കാൻ ചാൻസ് ഉള്ളത്. അതുകൊണ്ട് ഞാൻ എടുത്ത് പറയുന്നത് ശ്രദ്ധിച്ചു കൊള്ളുക. എപ്പോഴും ഒരാൾ ആത്മീകനായി വളരാൻ ശ്രമിക്കുമ്പോൾ ആദ്യത്തെ അറ്റാക്ക് വീട്ടിൽ നിന്നുണ്ടാവും. നിങ്ങൾ ആരെയും എതിർത്തിട്ട് കാര്യമില്ല. എന്നെ പ്രാർത്ഥിക്കാൻ ഭർത്താവ് സമ്മതിക്കുന്നില്ല, എന്നെ പ്രാർത്ഥിക്കാൻ ഭാര്യ സമ്മതിക്കുന്നില്ല, മക്കൾ സമ്മതിക്കുന്നില്ല, അവർ ഇറിറ്റേറ്റ് ചെയ്തു, അങ്ങനെ പറഞ്ഞ് അവരെ കുറ്റപ്പെടുത്താൻ പാടില്ല. എന്താണ് റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിശാചാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. സാത്താൻ എൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ റൂമിൽ വന്ന് തട്ടുന്നു, പുറത്തു വരൂ, പെട്ടെന്ന് വരൂ, എനിക്ക് ആഹാരം എടുത്തു തരൂ. ഭാര്യയോ ഭർത്താവ് പറഞ്ഞു ആഹാരം എടുത്തു തരൂ, സമയം അറിഞ്ഞില്ലേ? അപ്പോൾ നമ്മുടെ പ്രാർത്ഥന കണക്ഷൻ പോകുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ഇറിറ്റേഷൻസ്, ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്റ്റർബൻസ്, ചിലപ്പോൾ പെട്ടെന്ന് വയ്യാതാവും. ആർക്കെങ്കിലുമൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, പെട്ടെന്ന് വയ്യാതാവുന്നു, പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ടെൻഷൻസ് വരും, എന്തെങ്കിലും ഭാരങ്ങൾ വരും. നമ്മുടെ ഫാമിലിക്ക് പ്രശ്നങ്ങൾ ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ളതാണ്. പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. കുറേ നാൾ ഞങ്ങൾക്ക് ഈ ടെൻഷൻസ് അനുഭവിച്ച ഒരാളാണ്. എന്തെങ്കിലും ഒരു ടെൻഷൻ, എന്തെങ്കിലും പ്രശ്നങ്ങൾ പെട്ടെന്ന് കൊണ്ടുവരും, പെട്ടെന്ന് സ്റ്റോപ്പ് ആവും. പ്രാർത്ഥന കണക്ട് ചെയ്യാൻ പറ്റില്ല. പ്രയർ അങ്ങനെ കട്ടാവാൻ പാടില്ല. പ്രയർ കട്ടായ ഉദ്ദേശിക്കുന്ന ഫലം വരില്ല. അതിന് എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും എക്സ്ക്യൂസ് പറഞ്ഞാലും ഫലം വരില്ല കേട്ടോ, വരില്ല. നിങ്ങൾ കുറച്ചു നേരം പ്രാർത്ഥിച്ചു, അപ്പോൾ ഡിസ്റ്റർബൻസ് ആയതുകൊണ്ടാണ് കർത്താവ് ഞാൻ മതിയാക്കിയത്, ക്ഷമിക്കാൻ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പോയതാ. സാത്താൻ വെട്ടി, ആ വെട്ട് അംഗീകരിക്കണം. വീണു കർത്താവ്, ഞാൻ അടുത്ത ദിവസം വീണ്ടും പോകണം. അപ്പോഴും വീഴ്ചു, അപ്പോഴും തോറ്റത് തന്നെയാണ്. മനസ്സിലാവുന്നു? ഞാൻ 1 മണിക്കൂർ പ്രാർത്ഥിക്കാൻ ദൈവസ്ഥൽ തീരുമാനമെടുത്തിരിക്കുകയാണ്. അപ്പോൾ അരമണിക്കൂറായപ്പോൾ ഒരു പെട്ടെന്ന് ഡിസ്റ്റർബൻസ് വരുന്നു. ഏതെങ്കിലും ഫാമിലിക്കകത്താവട്ടെ, എൻ്റെ മകളിലൂടെ ആവട്ടെ, അല്ലെങ്കിൽ ഭാര്യയുടെ ആവട്ടെ, മാതാപിതാക്കളുടെ ഫോൺ കോളിലൂടെ ആവട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ടെൻഷനിലൂടെ ആവട്ടെ, അരമണിക്കൂറായപ്പോൾ കട്ടായി ഞാൻ എഴുതി പോയാൽ ആ 1 മണിക്കൂറായിരുന്നു ടാർഗറ്റ്. ദൈവം ഓൾറെഡി 1 മണിക്കൂർ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ദൈവം അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ഉടനെ സ്വർഗം പ്ലാൻ ചെയ്യും. നിങ്ങൾ മനസ്സിലാക്കുക. അരമണിക്കൂർ ഇരുന്നല്ലോ അതിൻ്റെ എന്ന് പറഞ്ഞ് വരില്ല. മനസ്സിലായി? അത് മനുഷ്യനാണ് അങ്ങനെ ചെയ്യില്ല. അത് അങ്ങനെ പ്ലാൻഡ് ആണ്. സ്വർഗം പ്ലാൻ ചെയ്യും. നമ്മൾ ഇവിടെ പ്ലാൻ ചെയ്യുമ്പോൾ സ്വർഗം തന്റെ ദൂതന്മാർ റെഡിയാവും. 1 hour അങ്ങനെ നിൽക്കും. അതത്ര സീരിയസ് റൂൾസ് ആണ് ഇതൊക്കെ. കളിയായിട്ട് കാണല്ലേ? അരമണിക്കൂറായപ്പോൾ ക്ഷീണം തന്നെ, ഞാൻ പോകണം എന്നാൽ തീർന്ന്. നിങ്ങൾ പ്ലാൻ ചെയ്തത് സ്വർഗം പ്ലാൻ ചെയ്തതാണ്. മനസ്സിലാവുന്നു? നിങ്ങൾ പ്ലാൻ ചെയ്തത് സ്വർഗം പ്ലാൻ ചെയ്യുന്നതാണ്. ചുമ്മാ കയറി പ്ലാൻ ചെയ്യരുത്. മനസ്സിലായോ? ചുമ്മാ കയറി ഇന്ന് 1 മണിക്കൂറൊന്നും ഇരുന്നിട്ട് 15 മിനിറ്റ് എപ്പോഴത്തെ പോകണം. സാത്താൻ നിങ്ങളെ തോൽപ്പിച്ചു, സമ്മതിച്ചിട്ട് ജയിച്ചു പോകണം. സമ്മതിച്ചു കർത്താവേ, അരമണിക്കൂറായപ്പം കട്ടായി, ഒരു ഡിസ്റ്റർബൻസ് വന്നു, ഞാൻ എഴുന്നേറ്റു, തോറ്റെന്ന് പറയണം. തോറ്റു കർത്താവ്, എനിക്ക് പൂർണ്ണമാക്കാൻ പറ്റിയില്ല, കൃപ തരണേ. മനസ്സിലാകുന്നു? കുറേ പ്രശ്നം തോക്കും, കുറെ തോൽക്കണം. ഒരുപാട് തോൽവികൾ അനുഭവിച്ചിട്ടാണ് സ്പിരിച്വൽ മേഖലയുടെ കയറുന്നത്. നല്ലത് കയറാൻ പറ്റില്ല. കാരണം നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന ദുഷ്ടനെതിരെ, പിശാചിനെതിരെയാണ്. എളുപ്പമല്ലത്. നിങ്ങളുടെ പ്രാർത്ഥന ശരിയാണെങ്കിൽ, നിങ്ങളുടെ പ്രാർത്ഥന സക്സസ് ആണെങ്കിൽ ഇത് സംഭവിക്കും. നിങ്ങളുടെ പ്രാർത്ഥന സക്സസ് അല്ല എങ്കിൽ നിങ്ങളങ്ങിരിക്കും കുറേ നേരമൊക്കെ. ചിലപ്പോൾ പിശാചിനും ഒരു പേടിയില്ല, സാത്താൻ ഒരു പേടിയില്ല, ഒരു കുഴപ്പമില്ല, ഇരുന്നു. കാരണം അയാൾ ഓൾറെഡി സാത്താൻ്റെ ബന്ധനത്തിനകത്തായി. അയാൾ പാപിയായിരിക്കും. അയാൾ ചിലപ്പോൾ അങ്ങനെ ഇരിക്കും, അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴേക്ക് ഇരിക്കുന്നതാ പോണം. ഒരു ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യുന്നെങ്കിൽ മനസ്സിലാക്കും, നിന്നെ സാത്താൻ പേടിക്കുന്നു. മനസ്സിലാവോ? പകുതിയിൽ നിങ്ങളെ കട്ട് ചെയ്യുന്നു, നിങ്ങളെ തടസ്സം ചെയ്യുന്നെങ്കിൽ പേടിക്കല്ലേ, സാത്താൻ നിങ്ങളുടെ മുന്നിൽ വിറയ്ക്കുന്നു.
നിങ്ങളെ ടെൻഷൻ അടിപ്പിക്കും, നിങ്ങളെ വേദനിപ്പിക്കുന്നു. നിങ്ങളെ ഭർത്താവിലൂടെ നിങ്ങളെ ടെൻഷൻ അടിപ്പിക്കുന്നു, നിങ്ങൾ ഞെരിക്കുന്നു, കുത്തുന്നു. മക്കളിലൂടെ നിങ്ങളെ കുത്തുന്നു, വേദനിപ്പിക്കുന്നു, ടെൻഷൻ. അതിനർത്ഥം നിന്നെ സാത്താൻ അത്രയും ഭയപ്പെടുന്നതാണ്, അത്രയും പേടിക്കുന്നു. എത്രമാത്രം സാത്താൻ നിങ്ങളെ പേടിയുണ്ടോ അത്രയും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അപ്പോഴേ നിങ്ങൾ മനസ്സിലായിക്കൊള്ളാം, ഞാൻ തീ പോലെ ഇടിച്ചു വരും. മനസ്സിലായോ? ഞാൻ ഇടിച്ചു വരും. അതുകൊണ്ടാണ് ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നത്. അത് പല രീതിയിലായിരിക്കും. അതിലേറ്റവും കൂടുതൽ ഫാമിലിയിൽ നിന്നായിരിക്കും. അതാണ് ഞാൻ എടുത്തു പറയുന്നത്. ഒരിക്കലും നിരാശ. അനേകം ആൾക്കാർ വിളിച്ചു പറയുന്ന ഒരു സങ്കടമാണിത്. എന്നെ പ്രാർത്ഥിക്കാൻ എൻ്റെ വീട്ടുകാർ അനുവദിക്കുന്നില്ല, സമ്മതിക്കുന്നില്ല, അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നു, ഇവരെ ഡിസ്റ്റർബ് ചെയ്യുന്നു, അവരെപ്പോഴും ഇറിറ്റേറ്റ് ചെയ്യുന്നു, എൻ്റെ മക്കളെ ഇറിറ്റേറ്റ് ചെയ്യുന്നു, എന്തിനു പ്രാർത്ഥിക്കുന്നു എന്ന് ചോദിക്കുന്നു. ഇത്രയും നേരം പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? ചുമ്മാ വെറുതെ സമയം കളയല്ലേ, പാഴാക്കിക്കൊണ്ടിരിക്കുന്നു, ജോലി ചെയ്യേണ്ട സമയം വെറുതെ കളയുന്നു. ഇതൊക്കെ പറഞ്ഞിട്ട് അനേകം ആൾക്കാർ വീടുകൾക്കകത്ത് ഈ ടെൻഷനുണ്ട്, സങ്കടപ്പെടല്ലേ. അതിനർത്ഥം ആ വ്യക്തിയിലൂടെ സാത്താൻ വരികയാണ് എന്ന് പറഞ്ഞ് ആ വ്യക്തിയുടെ മുഖത്ത് നിങ്ങൾ പിശാചാണെന്ന് പറയാനും നമുക്ക് പറ്റില്ല. അകത്ത് സഹിക്കാനേ പറ്റൂ. അകത്ത് സഹിക്കുക. ഈ ബോധഭാഗത്തുണ്ട്. ശിശുത്വത്തിന്റെ ആത്മാവ് ഒരു മനുഷ്യനുണ്ടെങ്കിൽ അയാൾക്ക് ആദ്യത്തെ അറ്റാക്ക് ഫാമിലിയിൽ നിന്നാണ്. നിങ്ങൾ മനസ്സിലാക്കുക. അത് നിങ്ങളുടെ സ്വന്തക്കാർ, ഏറ്റവും അടുത്ത ആൾക്കാരിൽ നിന്നായിരിക്കും ആദ്യം സാത്താൻ. ആരെയാണോ പിശാചിനെ തൊടാൻ പറ്റുന്നത് അവരെ തൊട്ടുവരും, അവരിലൂടെ വരും. അത് ചിലപ്പോൾ നമ്മുടെ മക്കളൊക്കെ ആയിരിക്കും. കൂടുതലും പിള്ളേരിലെ സാധ്യത കൂടുതലാണ് കേട്ടോ. കാരണം അവർക്ക് സ്പിരിച്വൽ ശക്തി കുറവായിരിക്കും, ആത്മീക ബലം കുറവായിരിക്കും. അവർ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, ബലം കുറവായിരിക്കും. പെട്ടെന്ന് അവർ അങ്ങ് അറ്റാക്ക് ചെയ്യും. പിള്ളേരല്ലേ, പിള്ളേരെപ്പോഴും ലോകത്ത് നോക്കിയാണ് ജീവിക്കുന്നത് അല്ലേ. പെട്ടെന്ന് സ്പിരിച്വലി അങ്ങ് ഭയങ്കര അങ്ങനെയില്ല. അവർ ലോകത്ത് നോക്കിയായിരിക്കും, ലൗകികതയിലായിരിക്കും. അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് മാതാപിതാക്കൾ എന്ത് ചെയ്യുക ചെയ്യുന്നത്? അവരെ പഠിപ്പിക്കുക, അവരെ സ്നേഹിക്കുക, അവരെ ഉപദേശിക്കുക, അവർക്ക് വേദപുസ്തക പരിജ്ഞാനം കൊടുക്കുക. പതുക്കെ അവരത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അത് പേരൻസിന്റെ ഉത്തരവാദിത്വമാണ്. പെട്ടെന്ന് കുട്ടികളിലായിരിക്കും. അതുകൊണ്ട് കുട്ടികളെ ഉടനെ അങ്ങ് വഴക്ക് പറയാനോ, ഞാൻ പറയാം, പ്രയറിലൊക്കെ തടസ്സം ചെയ്യുമ്പോൾ അവർക്ക് ഉടനെ വിശപ്പ് വരും. അപ്പോൾ അമ്മ പ്രാർത്ഥിച്ചു, കുറച്ച് 10 മിനിറ്റ് തിന്നതേ ഉള്ളൂ, മുമ്പ് തിന്നതേ ഉള്ളൂ, എന്നാലും വീണ്ടും ആ വിശപ്പ് വരുന്നു. അപ്പോൾ ഇപ്പോൾ തന്നതല്ലേ ഉള്ളതൊക്കെ നമ്മളിടന്ന് ചാടുമ്പോളം വയ്ക്കും. സത്യത്തിൽ സംഭവം ഇതായിരിക്കും. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. ഇതെല്ലാം നമ്മൾ ഒരു വിവേചിക്കണം, ആത്മാവിവേചനം. എൻ്റെ പ്രാർത്ഥനയ്ക്കാണ് ഈ കുഞ്ഞിന് തടസ്സം ചെയ്യുക. വിശപ്പ് സത്യമായിട്ട് ഉണ്ടാക്കിയതായിരിക്കും സാത്താൻ. അങ്ങനെയുണ്ട്, അറിയാമോ? വിശപ്പ് പിശാചുണ്ടാക്കും, സാത്താൻ വിശപ്പുണ്ടാക്കും. നമ്മൾ അമിതമായി കഴിക്കും ചില ആൾക്കാർ. സാത്താൻ വിശപ്പുണ്ടാക്കിയിട്ട് തിന്നുന്ന ആൾക്കാരുണ്ട്. സീരിയസ്ലി ഭക്ഷണം. അതുകൊണ്ടാണ് ഭക്ഷണത്തിലൊക്കെ ദൈവം അത്രയും സീരിയസ് ആയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് ശ്രദ്ധിച്ചേ, ഭക്ഷണമൊക്കെ അത്രയും സീരിയസ് ആയിട്ട് നിങ്ങൾ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ സാത്താൻ ആ വ്യക്തി ഭക്ഷണം വെച്ച് ടാർഗറ്റ് ചെയ്ത് കളയും, തോൽപ്പിച്ചളയും. അത്രയും സീരിയസ് ആണ്. അപ്പൊ കുഞ്ഞുങ്ങളിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യാം, ഭർത്താവിൽ എങ്ങനെ ചെയ്യാം, ഭാര്യയിൽ എങ്ങനെ ചെയ്യാം. ആത്മീയമായിട്ട് ബലമില്ലാത്ത ഒരാളെ സാത്താൻ കയറിയിട്ട് വന്നിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളെ വീട്ടിനകത്തിട്ട് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ എല്ലാവരും ഒരുപോലെ ആയാൽ ശരിയാവും. പക്ഷെ ഒരുപോലെ ആക്കിയെടുക്കാനായിട്ട് ചിലപ്പോൾ ഒരു വ്യക്തി ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും കുറേ നാൾ. ഒരാൾ കിടന്ന് സ്ട്രഗിൾ ചെയ്ത് ആ കെട്ടഴിച്ച് പിശാച് അവിടെ നിന്ന്. നമ്മളെപ്പോൾ ഉറച്ചു നിൽക്കണം. നമ്മൾ ഉറപ്പാണ് സാത്താൻ്റെ ഭയം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, പെട്ടെന്ന് ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നു, ഉടനെ നമ്മൾ വല്ലാതെ നമ്മളിങ്ങനെ ടെൻഷനാവും. എന്തൊരു ശല്യമാണ്, എന്തൊരു ശല്യമാണ്, പ്രാർത്ഥിക്കാൻ പോലും സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ വല്ലാണ്ടാവും. അങ്ങനെ ആവരുത്. സമാധാനത്തോടെ ഒഴിച്ചു പോവുക. സമാധാനത്തോടെ ഒഴിച്ചു പോകുക. ഒരാൾ നിങ്ങളുടെ ഭർത്താവ് എന്ന് വിളിയല്ലേ, ഭാര്യ, സമാധാനത്തോടെ ഒഴിച്ചു പോവുക. ഒരിക്കലോട് ബഹളം വയ്ക്കാൻ നിൽക്കില്ല, മിണ്ടാതെ പോവുക. എന്നിട്ട് അകത്തും ഇങ്ങനെ പറയുക, പിശാച നീ എത്ര കളിച്ചാലും ഞാൻ നിനക്കെതിരെ വരും, എന്നെ ദൈവം നിർത്തും എന്ന് ഉറപ്പിച്ചങ്ങ് പറയുക. മനസ്സിലാവുന്നു? നിങ്ങളുടെ വാക്കിനകത്തിരിക്കുന്നു സകലതും. സാത്താനെ പേടിപ്പിക്കണം നിങ്ങൾ. ഞാനിതൊന്നും കണ്ടെന്ന് പേടിക്കാൻ പോകുന്നില്ല, ഇനിയും ഞാനിരിക്കും. ഇന്ന് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ നീ സമ്മതിച്ചില്ല, നാളെ ഞാൻ ഇതിൻ്റെ അപ്പുറം ഇരിക്കും എന്ന് പറഞ്ഞ് വാശിയിൽ വേണം മുമ്പോട്ട് പോകാൻ. സാത്താനോടാണ് നമുക്ക് വാശിയുള്ളത്. അവനാണ് ഇതിനെതിരെ നിങ്ങൾ ഡിസ്റ്റർബൻസ് കൊണ്ടുവന്നത്. നിങ്ങൾക്ക് പോരാട്ടം നിങ്ങളുടെ ഭർത്താവിനോടില്ല, മനസ്സിലാവുന്നോ? നിങ്ങൾക്ക് പോരാട്ടം നിങ്ങളുടെ ഭാര്യയോടില്ല, നിങ്ങളുടെ മക്കളോടില്ല. അങ്ങനെ ഉണ്ടായാൽ ആ വീട് രക്ഷപ്പെടില്ല, ഒരു കാരണവശാൽ രക്ഷപ്പെടില്ല. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച സാത്താനോട് മാത്രമേ നമുക്ക് ദേഷ്യമുള്ളൂ. പല വീടുകൾക്കകത്തും തിരിച്ച് സംഭവിക്കുന്നു. നമുക്ക് ദേഷ്യം വ്യക്തികളോട് വരുന്നു, ഭർത്താവിനോട് വരുന്നു, ഭാര്യയോട് വരുന്നു, മക്കളോട് വരുന്നു, പാരൻസിനോട് വരുന്നു. ഈ ദേഷ്യം ഇത് കിടക്കണ കാരണം വീട് ഒരു കാരണവശാലും കയറില്ല. കാരണം വ്യക്തമായി വേദപുസ്തകം നിനക്ക് പോരാട്ടം ജഡരക്തങ്ങളോടില്ല, ആ വ്യക്തിയിൽ പ്രവർത്തിക്കുന്ന ഇരുട്ടിനോട് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരാളോട് നമുക്ക് പോരാട്ടമില്ല. ആ വ്യക്തിയോട് പറയാൻ പറ്റുമെങ്കിൽ പറയാം, ഇന്നത് തെറ്റാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ശ്രദ്ധിക്കണം എന്ന് പറയാനേ പറ്റും. അതിലപ്പുറം ഒന്നും പറ്റില്ല. അതിലപ്പുറം നിങ്ങൾ സാത്താനോട് ബഹളം വെച്ചാൽ പരാജയപ്പെടും. ഞാൻ പറഞ്ഞതാണ് കേട്ടോ. നമ്മൾ ഈ കൊച്ചു കുട്ടികളെയൊക്കെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്ന കാര്യമല്ലേ ഈ പറയുന്നത് കേട്ടോ. അതങ്ങനെ തന്നെ പോകണം, അതല്ല ഞാൻ പറഞ്ഞ. പക്ഷെ അതിലപ്പുറം ഒരു ഏജൊക്കെ കഴിഞ്ഞാൽ പിന്നെ അതൊന്നും അല്ല. അത് സാത്താനാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും അവിടെ വഴക്കിടാൻ പോലും. ആ വഴക്കിടുന്ന ആൾ പൂർണ്ണ പരാജയമാവും, ഒരു കാരണവശാലും സക്സസ് ആവില്ല. ആ വീട് കുളമാവും. മനസ്സിലാവുന്നോ? നിങ്ങൾ ഉടനെ ചിന്തിക്കണം, ഇതിൻ്റെ പിന്നിൽ ഇരുട്ടുണ്ട്. സൈലൻ്റ് ആവുക, ദൈവത്തിൻ്റെ സന്നിധിയിൽ പോവുക,
ശാസിക്കുക, അതിനെതിരെ നിന്ന് പ്രാർത്ഥിക്കുക, ആ വീടിനെ ശാന്തമാക്കുക. സാത്താന്റെ ടാർഗറ്റ് എന്താണെന്ന് അറിയാമോ? ഭാര്യയും ഭർത്താവും തമ്മിൽ ഇങ്ങനെ ഭിന്നിപ്പിച്ച് കളയും. കാരണം ഒരാൾ നല്ല പ്രാർത്ഥിക്കുന്ന ആളാണ്, പ്രാർത്ഥിക്കുന്ന ആളെ ഈ പ്രാർത്ഥിക്കാത്ത ആൾ വന്ന് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇയാളുടെ അടുത്ത് ഇയാൾ പ്രാർത്ഥിക്കുകയില്ല, ശല്യം തന്നെ പ്രാർത്ഥിക്കുകയില്ല, മനുഷ്യൻ ശല്യപ്പെടുത്തിക്കൊണ്ട്. ഇപ്പോൾ നമുക്ക് എന്ത് ദേഷ്യം ഇങ്ങനെ തിരിച്ചു ഭയങ്കര ഇരട്ടിയായിപ്പോൾ. അറ്റ്ലീസ്റ്റ് പ്രാർത്ഥിക്കെങ്കിലും ചെയ്തുകൂടെ? പ്രാർത്ഥിക്കുകയില്ല, പ്രാർത്ഥിക്കാൻ സമ്മതിക്കുകയില്ല. നമുക്ക് നോർമലി മനുഷ്യന് ഭയങ്കരമായ ദേഷ്യം ഉണ്ടാവും. ഇതാണ് സാത്താൻ്റെ ഒരു തന്ത്രവും. ദേഷ്യപ്പെട്, വഴക്കുണ്ടാക്ക്. നിന്നെ പ്രാർത്ഥിക്കാൻ സമ്മതിച്ചില്ലല്ലോ, വഴക്കുണ്ടാക്ക്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും പറയും. നമ്മൾ ഒരു വാക്ക് പറയുമ്പോൾ 100 ഇരട്ടി ശക്തിയോടെ സാത്താൻ ഏറ്റെടുക്കും. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം ഈ പോയിന്റ്. ഒരു സാധാരണ ഒരു കേസിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ ആയിരിക്കില്ല ഈ കേസിൽ. ഒരു സാധാരണ ഒരു സംഭവത്തിനകത്ത് നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കുക അല്ലെങ്കിൽ വഴക്ക് പറയുകയോ ഡിസ്റ്റർബ്, അതുപോലെ ആയിരിക്കില്ല ഈ സംഭവം. 100 ഇരട്ടി പൈശാചിക ആത്മാക്കൾ ഒറ്റ അടിക്ക് വന്നടിക്കും. കാരണം അവൻ അത്രയും ഭയപ്പെട്ട് നിൽക്കണം, ആ വീടിനകത്ത് പേടിച്ച് നിൽക്കുന്നു. അപ്പോൾ ഒരു അവസരം കിട്ടി, പ്രാർത്ഥിക്കുന്ന ആള് പ്രാർത്ഥിക്കാത്ത ആൾ വഴക്കുണ്ടാക്കുന്നു, എന്നെ ഡിസ്റ്റർബ്. അപ്പോൾ ആ ദൈവിക അല്ലത്, മനസ്സിലാവുന്നോ? അത് ദൈവാത്മാവിലല്ല, അയാളുടെ ഇമോഷണലിയാണ് വഴക്കുണ്ടാക്കിയത്, ഇമോഷണലിയാണ് ദേഷ്യവൻ. അപ്പോൾ അത് സാത്താൻ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. നിങ്ങളുടെ അനോയിന്റിങ് പെട്ടെന്ന് താഴും. എത്ര പ്രാർത്ഥിച്ചെന്നാലും ശരി, നിങ്ങൾ ചെയ്ത് തെറ്റായി. കാരണം നിങ്ങൾക്ക് പോരാട്ടം ജഡത്തോടില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ജഡത്തോട് പോരാടിയില്ലേ, അപ്പം ബിബ്ലിക്കലി റോങ് ആയില്ലേ? റോങ് ആവുന്ന സമയത്ത് സാത്താൻ ഉടനെ അത് ഏറ്റെടുക്കും. അതാണ് സ്പിരിച്വൽ വേൾഡ്. പെടാൻ അറ്റാക്ക് വരും. പിന്നെ നിങ്ങൾ തിരിച്ചുകൊണ്ടിരാൻ പറ്റില്ല അതിനപ്പോഴൊന്നും. പിന്നെ നിങ്ങൾ അവിടെ നിന്ന് കാത്തിരിക്കാനേ പറ്റും. മണിക്കൂറുകൾ, ചിലപ്പോൾ ദിവസങ്ങൾ കാത്തിരുന്ന് പ്രാർത്ഥിച്ച് ഒന്നേന്ന് പതുക്കെ കൊണ്ടുവരേണ്ടി വരും. ദിവസങ്ങൾ ചിലപ്പോൾ എടുത്തുകൊണ്ടിരിക്കും. സൂക്ഷിച്ചു കൊള്ളുക. നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിന്ന് എതിർപ്പുണ്ടാവാം, സാത്താൻ ടാർഗറ്റ് ചെയ്യാം, അതിന് ഡയറക്റ്റ് അറ്റാക്ക് ഉണ്ടാകാം, ഇതൊരു വീട്ടിനകത്തുണ്ടാവാം, പുറത്തു നിന്ന് പ്രതികൂലങ്ങൾ ഉണ്ടാവാം, നിങ്ങൾക്കെതിരെ പുച്ഛിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാവാം. പേടിച്ചു പോകരുത്. അതാണ് ശിഷ്യത്വത്തിൻ്റെ ആത്മാവ്. അതിൽ വളരെ ശാന്തനായി നിൽക്കാൻ പരിശീലിക്കണം. ശാന്തതയാണ് പ്രധാനം കേട്ടോ. ആ ശാന്തത ഇല്ലെങ്കിൽ കർത്താവ് പറയും, നീ എനിക്ക് കൊള്ളാവുന്ന ആളല്ല, നിനക്ക് സഹിക്കാനൊന്നും പറ്റത്തില്ല, നിനക്ക് പൊറുക്കാൻ പറ്റത്തില്ല, നിനക്ക് സ്നേഹിക്കാൻ പറ്റത്തില്ല, നിനക്ക് നീ പറയും പോലെ നടക്കണം. പോറായി നീ പറയും പോലെ നടക്കണം, നീ എൻ്റെ കൂടെ വരണ്ട. കുരിശെടുക്കാൻ പറഞ്ഞാൽ എടുക്കാൻ പറ്റണം. ആ മൈൻഡ് സെറ്റിൽ ഒരാൾ മാറണം. തന്നെത്താൻ നിഷേധിച്ച് നാൾ തോറും തന്റെ കുരിശെടുത്തുകൊണ്ട് അനുഗമിക്കട്ടെ. ഇതാണ് പെയിൻ വന്നാൽ ഓക്കെ കർത്താവേ, നീ തരുന്ന പെയിൻ ഞാൻ സ്വീകരിക്കുക എന്ന് പറയാൻ ഉറപ്പ് വന്നേ പറ്റൂ. അതാണ് ശിഷ്യത്വത്തിൻ്റെ ആത്മ. നിങ്ങൾ മനസ്സിലാവുന്നത് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ക്ലിയർ മറുപടിയില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല. റീസൺ നമ്മുടെ അകം ശരിയല്ല എപ്പോഴും. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ കടുപ്പെടുത്തമാണ് അല്ലേ? ഞാൻ പറയണ നടക്കണം, ആരും എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല, ഞാൻ അതൊക്കെ പൊളിക്കും കർത്താവ് എടുത്ത് തകർത്ത് തരിപ്പണമാക്കും. എൻ്റെ ജീവിതത്തിൽ ഞാൻ തരിപ്പണമാക്കും. അതാണ് ശിഷ്യൻ. സ്നേഹമുള്ളതാണ് കർത്താവ് അങ്ങനെ ചെയ്യാനായിട്ട്. എങ്കിലും അത് യഥാർത്ഥ ശിഷ്യനാവും. അയാൾ തകർന്നുടഞ്ഞ് തോറ്റ് തുന്നം പാടി കർത്താവ് നിന്റെ വിനയപ്പെടുന്നു. പാവമാവും. ഒറ്റ പാവ മനുഷ്യനായിട്ട് അങ്ങ് മാറുന്നു വെച്ചാൽ നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലായി വരുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കത്തില്ല. ഒരു ശിശുവിനെ പോലെ ആവും. ശിശുവിനെ പോലെ ഒന്നും ദേഷ്യമില്ലാത്ത, വൈരാഗ്യമില്ലാത്ത, പിണക്കമില്ല, എന്തും ക്ഷമിക്കുന്ന, സഹിക്കുന്ന, പൊറുക്കുന്ന, സ്നേഹിക്കുന്ന, ലാളിക്കുന്ന ഏറ്റവും പാവമായിട്ട് മാറും ശിഷ്യൻ. നമ്മൾ ആലോചിക്കുക, നമ്മുടെയൊക്കെ മനസ്സെന്താണ്? വീട്ടിൽ എങ്ങനെ നമ്മൾ പെരുമാറുന്നതെന്ന് വെച്ചാൽ പാവമാണോ, അതോ ഞാനെന്ന ഭാവങ്ങളാണോ, ധാർഷ്ട്യമാണോ, ദേഷ്യമാണോ, വൈരാഗ്യങ്ങളാണോ, ക്ഷമയുണ്ടോ, സൗമ്യതയുണ്ടോ, വിനയമുണ്ടോ, ദീർഘക്ഷമയുണ്ടോ? ശിഷ്യനെ ദൈവം ഇങ്ങനെ മോൾഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ട്? ഉടച്ച് തകർത്ത് മോൾഡ് ചെയ്യുന്നു. ഏറ്റവും വേണ്ടപ്പെട്ടവരിൽ നിന്ന് ഈ അറ്റാക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. വേണ്ടപ്പെട്ടവരിൽ നിന്ന് തന്നെ ഉണ്ടാവും. അപ്പോഴേ നോവുള്ളൂ. ശരിയല്ലേ? നാട്ടുകാരെല്ലാം പറഞ്ഞ് നമുക്ക് നോവോ, ഈ പോടെ നമ്മൾ ഉണ്ടാകാൻ പോകും സന്തോഷമായിട്ട്. പക്ഷെ സ്വന്തം ഭർത്താവ് വല്ലതും പറഞ്ഞാലോ, ഭാര്യ പറഞ്ഞാലോ, അമ്മ പറഞ്ഞാലോ, അപ്പം പറഞ്ഞാലോ, മക്കൾ നോവില്ലേ നമുക്ക്? നോവും. അതാണ് യഥാർത്ഥ പെയിൻ. ആ പെയിൻ ഇതിനകത്ത് വരൂ. നിങ്ങൾക്ക് എവിടെയെങ്കിലും ആർക്കെങ്കിലും കുടുംബത്തിനകത്ത് പെയിൻ ഉണ്ടാകുന്നുവെങ്കിൽ, സ്നേഹമായിരിക്കാം, പക്ഷേ എങ്കിലും പെയിൻ ചിലരിലൂടെ വന്നുകൊണ്ടേയിരിക്കും. ഈ ഒറ്റ ഉദാഹരണം, പ്രാർത്ഥിക്കുന്ന ആൾ പറയുന്നു, എൻ്റെ ഭർത്താവ് പ്രാർത്ഥിക്കുന്നില്ല, എൻ്റെ ഭാര്യ പ്രാർത്ഥിക്കുന്നില്ല, മക്കൾ പ്രാർത്ഥിക്കുന്നില്ല. ഇതൊരു പെയിനാണ്. ഈ പെയിനാണ്. എന്നിട്ട് അവിടെ നിന്ന് ചില ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നത് ഇതൊരു പെയിനാണ്. ദൈവം അനുവദിക്കുന്നതാണ്. ശിഷ്യയാവാൻ യോഗ്യരാവൂ. നമ്മൾ സ്വയം വിചാരിക്കും ഞാൻ പെർഫെക്റ്റ് എന്ന് വിചാരിക്കുന്നു. അല്ല, ഞാൻ ക്ലീനാണ്, ഞാൻ പ്രാർത്ഥിക്കുന്ന ആളോട് ഓക്കെയാണ്. അല്ല, നിന്നെ എത്രയോ ഉയരങ്ങളിൽ എത്തിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഉയരങ്ങളിൽ നമ്മൾ വിചാരിക്കും. ഞാൻ എത്രയോ തവണ ഇങ്ങനെ വിചാരിച്ചിട്ട് അറിയാമോ, ഓക്കെ ആയി, ഇപ്പം ശരിയായി. കർത്താവ് ഒരു ചില അടിയൊക്കെ വന്ന്, പ്രശ്നങ്ങളൊക്കെ വന്ന്, നമ്മൾ പ്രാർത്ഥിച്ചു, ഇതായിരുന്നല്ലോ എൻ്റെ കുഴപ്പമെന്നൊക്കെ മനസ്സിലാക്കി ഞാൻ ഏറ്റുപറഞ്ഞ് ഒരു ലെവലിൽ ഞാൻ പറയും, ഇപ്പം ശരിയായി, ഇതായിരുന്നു കർത്താവ് ഉദ്ദേശിച്ചത്. അത് കഴിഞ്ഞ് എത്ര തവണ നമ്മൾ മാറി, എത്ര പടികൾ നമ്മൾ ചവിട്ടിക്കയറി. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, പെർഫെക്റ്റ് ആവില്ല.
പെർഫെക്റ്റ് ആവില്ല. സ്വർഗത്തോളം യേശുവോളം എത്താൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ മരിക്കുന്നത് വരെ കർത്താവ് നിങ്ങൾ മോൾഡ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ ഇന്നലെ പ്രസംഗിക്കുന്നു, ഫലം കായ്ക്കുമെന്ന് തോന്നിയാൽ ചെത്തി വെടിപ്പാക്കിക്കൊണ്ടേയിരിക്കും, പ്രൂൺ ചെയ്തുകൊണ്ടിരിക്കും. പെർഫെക്റ്റായി ആരും വിധിക്കരുത്. ഞാൻ കൊള്ളാമെന്ന് പറയല്ലേ, ആരെയും ഭരിക്കാൻ പോകരുത്. താഴുക, ശിശുവിനെ പോലെ താഴുക. എനിക്കൊരുപാട് കുറവുണ്ടെന്ന് സമ്മതിക്കുക. വരുന്ന അറ്റാക്കുകളും എതിർപ്പുകളും പ്രതികൂലങ്ങളും കഷ്ടതകളും ഞെരുക്കങ്ങളും എൻ്റെ കുറവെന്ന് പറഞ്ഞ് സമ്മതിക്കുക. മനസ്സിലായി? എന്നിട്ടിരിക്കുക, പോയി മര്യാദയ്ക്ക് അടങ്ങിയിരിക്കുക. കർത്താവ് നിങ്ങളോട് സംസാരിക്കും. കുടുംബത്തിനകത്ത് നിന്ന് രണ്ടാമത്തെ ഒരു അറ്റാക്കൂടെ പറഞ്ഞ് വായിച്ചങ്ങ് അവസാനിപ്പിക്കട്ടെ. യെരുശലേമിൽ നിന്ന് വന്ന ശാസ്ത്രിമാരും അവന് ബെൽസെബൂലുണ്ട്, ഭൂതങ്ങളുടെ തലവനെ കൊണ്ട് അവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് പറഞ്ഞു. ബെൽസെബൂൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഴയ നിയമത്തിൽ 2 രാജാക്കന്മാർ 1-ാം അധ്യായം വായിക്കുന്ന സമയത്ത് അവിടെ ആ സംഭവം എഴുതിയിട്ടുണ്ട്. ബെൽസെബൂൽ എന്ന് പറയുന്ന ഒരു ദേവന്റെ അടുക്കൽ, എക്രോണിലെ ദേവന്റെ അടുക്കൽ പോയി ആലോചന ചോദിക്കാൻ വേണ്ടി വിടുന്ന ഒരു രാജാവിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ അവിടെ പ്രവാചകൻ പറയുന്നുണ്ട്, ഇവിടെ ദൈവം ഇല്ലാത്തതാണ് നിങ്ങൾ ഇങ്ങനെ ബെൽസെബൂൽ എടുത്തൊക്കെ പോകുന്നത്. ഈച്ചകളുടെ രാജാവ് എന്നൊക്കെ പറയാൻ അർത്ഥം പറയുന്നത് അതായത് പൈശാചിക ആത്മാവാണ്. പൈശാചിനെ ആരാധിക്കുന്ന ഒരു രീതിയാണ് ബെൽസെബൂൽ എന്ന് പറയുന്നത്. അതിന്റെ പിശാചിനെ കൊണ്ടാണ് ഇവൻ പിശാചിനെ പുറത്താക്കുന്നത്, അല്ലാതെ ഇവൻ ദൈവാത്മാവില്ല എന്നാണ് ഇവരെല്ലാം ശാസ്ത്രീയന്മാര്, പണ്ഡിതന്മാര്, മിടുക്കന്മാര്, ശുശ്രൂഷ ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞു. അപ്പോൾ ഇതും ഒരു സാധ്യതയാണ് നമുക്ക്. അതായത് ശുശ്രൂഷകർക്ക് മിനിസ്ട്രിക്കകത്താണ് ഇത് വരുന്നത്. ഇയാൾ പ്രവർത്തിക്കുന്ന മിനിസ്ട്രിക്കകത്ത് പിശാചാണ്, അല്ലെങ്കിൽ ദൈവമല്ല, ദൈവാത്മാവല്ലാതെയാണ് പ്രവർത്തിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് വളരെ ശ്രദ്ധിക്കേണ്ടത്, ഈ സംഭവത്തിനകത്ത് ഈ കാലഘട്ടത്തിൽ തിന്മയായ ശുശ്രൂഷ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. ഞാൻ അത് വിശദീകരിക്കുന്നില്ല. പക്ഷെ മനസ്സിലാക്കുക, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഒരു ശുശ്രൂഷ നടക്കുമ്പോൾ കർത്താവ് അതിനെ പിന്നീട് നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ പറയുന്നു, പരിശുദ്ധാത്മാവിന് നേരെയുള്ള വ്യാജമാകൂത്. കേട്ടോ ഈ സംഭവം. അതിൻ്റെ 28-ാം വാക്യം വരുമ്പോൾ, മനുഷ്യനോട് സകല പാപങ്ങളും അവർ ദുഷിച്ച് പറയുന്ന സകല ദൂഷണം ക്ഷമിക്കും, പരിശുദ്ധാത്മാവിന്റെ നേരെ ദൂഷണം പറയുന്നവനോ ഒരു നാളും ക്ഷമ കിട്ടാതെ നിത്യശിക്ഷയ്ക്ക് യോഗ്യനാകും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അവനൊരു അശുദ്ധാത്മാവുണ്ട് എന്ന് അവർ പറഞ്ഞിരുന്നു. മനസ്സിലായോ? അപ്പോൾ ഒരാൾ മിനിസ്റ്റർ ചെയ്യുമ്പോൾ, ശുശ്രൂഷ ചെയ്യുമ്പോൾ അയാൾ സത്യമായിട്ടും പരിശുദ്ധാത്മാവിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറയാണ് അയാൾ അശുദ്ധാത്മാവാണ്, അശുദ്ധാത്മാവിലാണ് അയാൾ ഈ ശുശ്രൂഷ ചെയ്ത് ഞാൻ പറഞ്ഞാൽ ഞാൻ പരിശുദ്ധാത്മാവിനെതിരെയുള്ള വ്യാജമാവും. വളരെ സൂക്ഷിച്ച് ഈ കാര്യം സംസാരിക്കാവൂ, വളരെ സൂക്ഷിച്ച്. മറ്റ് പല പാപങ്ങളും ക്ഷമിക്കപ്പെടും. മനസ്സിലാവുന്നോ? മറ്റ് പല പാപങ്ങൾ, നിങ്ങൾ കള്ളം പറയുന്നതോ, നിങ്ങൾ മോശം പറയുന്നതോ, നിങ്ങൾ വ്യഭിചാരം ചെയ്യുന്നതോ ഒക്കെ ക്ഷമിക്കപ്പെടാം. പക്ഷേ ഈ സാധനം തടുക്കും. മനസ്സിലായോ? സൂക്ഷിച്ചും കണ്ടുവേണം ശുശ്രൂഷകർക്ക് നേരെ സംസാരിക്കാൻ. എന്തിനാണ് നമ്മൾ സംസാരിക്കുന്നത്? അത്രേ ഉള്ളൂ. ഞാൻ അങ്ങനെ പറഞ്ഞു, ആർക്കെതിരെ ഒന്നും പറയാതിരിക്കുക. പിന്നെ പഠിക്കേണ്ടത് പഠിച്ചോളാം. കർത്താവ് ഒരു കാര്യം പറയും, കള്ളപ്രവാചകന്മാരെ കൊണ്ട് ഈ കാലഘട്ടം നിറയുമെന്നാണ്. നമുക്ക് ഒരു സംശയം തോന്നുന്നുവെങ്കിൽ, എനിക്ക് അത്ര ഒരു സുഖം തോന്നുന്നില്ല, അല്ലെങ്കിൽ എന്നെ അത് ആകർഷിക്കുന്നില്ല, എനിക്കൊരു വേദപുസ്തക അടിസ്ഥാനത്തിൽ ചിലത് ശരി, എനിക്കങ്ങനെ ഒത്തിരി തോന്നിയിട്ടുണ്ട് കേട്ടോ, എങ്കിൽ പതൊക്കെ സ്കിപ്പ് ചെയ്ത് കളയുക, അതൊന്ന് മാറിക്കള. അതല്ലാതെ അയാളെ പറ്റി ഒരിക്കലും അപവാദം പറയാതിരിക്കട്ടെ. ഒരു പക്ഷേ നമ്മൾ തെറ്റുപറ്റിയാലോ? മനസ്സിലാവുന്നു? നമുക്ക് തെറ്റുപറ്റിയാലോ എങ്കിൽ പരിശുദ്ധാത്മാവിനെതിരെയുള്ള വ്യാജമാവും. എങ്കിൽ അത് വലിയ ശിക്ഷാവിധിയാണ്. അത് ക്ഷമിക്കില്ല എന്നാണ്. സൂക്ഷിച്ചു കൊള്ളുക, വളരെ സൂക്ഷിച്ച്. ഈ ഒരു പോയിന്റ് ശ്രദ്ധിച്ചു കൊള്ളുക. പരിശുദ്ധാത്മാവിനാലാണ് ശരിക്കും പറഞ്ഞ ഭൂതങ്ങളെ പുറത്താക്കാൻ പറ്റും. അതാണ് സത്യം. ഇനി അതല്ലാതെ വരുന്ന ചില സംഭവങ്ങളുണ്ട്, നമ്മൾ അതിലോട്ട് പോകുന്നില്ല, എൻ്റെ ആവശ്യം നമുക്കില്ല. നമ്മൾ ആരെയും അങ്ങനെ വിധിക്കാതിരിക്കുക. ഒരു മനുഷ്യനെ വിധിക്കേണ്ട. നിങ്ങൾക്ക് യോഗ്യമെന്തോ, നിങ്ങൾക്ക് കർത്താവ് നിങ്ങളെ ഡയറക്റ്റ് ചെയ്യുന്ന വ്യക്തികളെ കേൾക്കുക. നിങ്ങൾക്ക് ബോധ്യമുള്ള ഉറപ്പ് വചനാടിസ്ഥാനത്തിലാണെന്ന് പരിശുദ്ധാത്മ ബോധ്യം തരുന്ന വ്യക്തിയുമായി കണക്ട് ചെയ്യുക. വചനങ്ങൾ കേൾക്കുക. ധാരാളമുണ്ട് ഈ കാലഘട്ടങ്ങളിലേക്ക്. വളരെ ശ്രദ്ധിക്കുക. തിന്മയായതിൽ കണക്ട് ചെയ്തിരിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. നിങ്ങളെപ്പോഴും പ്രാർത്ഥിച്ചിട്ട് മാത്രമേ ഇത്തരത്തിൽ യൂട്യൂബിലൊക്കെ ആയിരുന്ന പ്രസംഗങ്ങൾ ഞാൻ എപ്പോഴും, കർത്താവെ ശരിയായ വചനം എനിക്ക് തരണമേ, തെറ്റായ വചനം കേൾക്കാൻ അനുവാദം തരരുതേ, കർത്താവ് എനിക്ക് ബോധ്യം തരണമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് പലപ്പോഴും വചനങ്ങൾ കേൾക്കുന്നതും സെലക്ട് ചെയ്യുന്നു. അങ്ങനെ തന്നെ ആയിരിക്കുക. അബദ്ധങ്ങൾ അല്ലെങ്കിൽ തെറ്റാണെങ്കിൽ ഈ ബോധ്യം തരാൻ ഞാൻ ദൈവത്തോട്, കർത്താവിന് ഈ ബോധ്യങ്ങൾ തന്നിട്ടുണ്ട് കേട്ടോ. പല കേസുകൾക്കകത്തും ഇത് നീ കാണണ്ട, ഇത് ശരിയല്ല, അതിനകത്ത് ശരി, ഇതിന് കർത്താവിന് ഈ ബോധ്യം തന്നിട്ടുണ്ട്. ഞാൻ വിട്ട് കളഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാവ് കൊണ്ട് ആരെപ്പറ്റിയും അപവാദം പറയാതിരിക്കരുത്. പരിശുദ്ധാത്മ നേയാവും, അത് തെറ്റായി പോകും. അപ്പം ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. നമ്മുടെ ലൈഫിനകത്ത്, നമ്മുടെ ജീവിതത്തിനകത്ത്, നമ്മുടെ മിനിസ്ട്രിക്കകത്ത്, നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത്, നമ്മുടെ ശിഷ്യത്വത്തിനകത്ത് എതിർപ്പുണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതാണ് നമ്മളിന്ന് പഠിച്ചത്. അത് കുടുംബത്തിനകത്ത് സാധ്യതയുണ്ട്. സങ്കടപ്പെടരുത്. നിങ്ങൾക്ക് ജയത്തിന് വേണ്ടിയിട്ടാണ്, ഉയർച്ചയ്ക്ക് വേണ്ടി കയറി വരിക. പരിശുദ്ധാത്മാവിൽ നിറവ് പ്രാപിക്കുക. ദൈവം നിങ്ങളെ വചനത്തിലൂടെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് എഴുന്നേൽക്കാമോ? പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കാര്യങ്ങൾ നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിച്ച് വിനയപ്പെട്ട്